മലങ്കര കാതലിക് ടിവിയിലെ കാറ്റഗേസിസ് മതബോധനം എന്ന പരമ്പരയിലെ 50-ാം എപ്പിസോഡിലെ 2-ാം ഭാഗത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ ഭാരത സഭാചരിത്രത്തിലെ പുത്തൻകൂർ ചരിത്രമാണ് പ്രത്യേകിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുനിങ്കുരിശിന് ശേഷം, പ്രത്യേകിച്ച് 1665 ശേഷം ഭാരതസഭയിലുണ്ടായ സംഭവവികാസങ്ങളാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഈ ഭാഗത്ത് വിവരിക്കുന്നത്. നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ 1665 അന്ത്യോക്യയിൽ നിന്നും മാർ ഗ്രിഗോറിയോസ് എന്ന യാക്കോബായ മെത്രാൻ ഇവിടെ വന്നതോടുകൂടി അദ്ദേഹം മാർത്തോമ ഒന്നാമനെയും കൂടെ ഉണ്ടായിരുന്നവരെയും ചേർത്ത് നിർത്തി അന്ത്യോക്യൻ സഭയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചതോടുകൂടി ഭാരതസഭ, പ്രത്യേകിച്ച് മാർത്തോമ ക്രിസ്ത്യാനികൾ 4 വിഭാഗങ്ങളിലായി മാറ്റപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി, പോർട്ടുഗീസ് മിഷനറിമാരുടെ വരവിന് ശേഷം കൊച്ചി ഭദ്രവാദോ ലത്തീൻ രൂപതയുടെ കീഴിൽ അകപ്പെട്ടുപോയ കുറേ പള്ളികൾ. രണ്ടാമതായി, കൂനംകുരിശിന് ശേഷം ഗാർസിയായെ അംഗീകരിച്ച് കൊടുങ്ങല്ലൂർ ഭദ്രവാദോ രൂപതയിലേക്ക് പോയ കുറച്ച് ദേവാലയങ്ങൾ. 1663 പള്ളിവീട്ടിൽ ചാണ്ടിക്കത്തനാർ മെത്രാനായപ്പോൾ സ്വദേശീയ മെത്രാനെ ലഭിച്ചതിൻ്റെ വലിയ സന്തോഷത്തിൽ ഏകദേശം 60-ലധികം പള്ളികൾ ചാണ്ടി മെത്രാനെ അംഗീകരിക്കുകയും അവർ കത്തോലിക്കാ സഭയോട് ചേർന്ന് നിൽക്കുകയും മാർപ്പാപ്പയെ അംഗീകരിക്കുകയും അതുവരെ ഉണ്ടായിരുന്ന കൽദായ സുറിയാനി ആരാധനാക്രമം തുടരുകയും ചെയ്തു. ആ വിഭാഗത്തെ പഴയകൂർ എന്ന് വിളിക്കുന്നു. അവരാണ് ഇന്ന് നാം അറിയപ്പെടുന്ന സീറോ മലബാർ സഭ. മാർത്തോമ ഒന്നാമൻ്റെ കൂടെ ഉറച്ചു നിന്ന ഏകദേശം 40 പള്ളികളും കുറേ പള്ളികൾ ഭാഗികമായും അദ്ദേഹത്തോടൊപ്പം നിന്നു. 1665 മാർ ഗ്രിഗോറിയോസ് ഇവിടെ വന്ന് മാർത്തോമ ഒന്നാമന് മെത്രാൻ സ്ഥാനം നൽകുകയും അങ്ങനെ മാർത്തോമ ഒന്നാമൻ്റെ നേതൃത്വത്തിൽ അന്ത്യോക്യൻ സഭയെ ആശ്ലേഷിച്ച് അന്ത്യോക്യൻ വിശ്വാസവും അന്ത്യോക്യൻ പാരമ്പര്യവും അന്ത്യോക്യൻ ആരാധനക്രമവും ക്രമേണ സ്വീകരിച്ച മാർത്തോമ ഒന്നാമൻ്റെ കൂടെ നിന്നവർ അവരെ പുത്തൻകൂറ്റുകാർ എന്ന പേരിലും അറിയപ്പെട്ടു. ചുരുക്കത്തിൽ 4 വിഭാഗങ്ങളായി ഭാരതത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങൾ വിഭജിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാർത്തോമ ഒന്നാമന് ശേഷം 6 മാർത്തോമാർ, 6-ാം മാർത്തോമ വരെ ഇവിടെ ഈ സഭയെ ഭരിക്കുകയുണ്ടായി. അതിൽ 1-ാം മാർത്തോമായും 4, 5, 6 മാർത്തോമാരും പുനരൈക്യത്തിനു വേണ്ടി ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ആ പുനരൈക്യ ശ്രമങ്ങൾ പാഴാവുകയാണ് ഉണ്ടായത്. 1772 കേരളത്തിലെത്തിയ അന്ത്യോക്യയിലെ മാർ ഗ്രിഗോറിയോസ് എന്ന മെത്രാൻ 6-ാം മാർത്തോമായ്ക്ക് പട്ടം നൽകുകയും അദ്ദേഹത്തെ ദിവന്യാസിയോസ് മാർ ഒന്നാമൻ എന്ന പേരിൽ വാഴിക്കുകയും ചെയ്തു. അതിനുശേഷം മാർ ഗ്രിഗോറിയോസ് കാട്ടുമങ്ങാട്ട് റമ്പാന് മാർ കൂറിലോസ് എന്ന പേരിൽ ദിവന്യാസിയോസ് ഒന്നാമൻ്റെ അറിവ് കൂടാതെ മെത്രാൻ സ്ഥാനം നൽകുകയുണ്ടായി. എന്നാൽ ദിവന്യാസിയോസ് ഒന്നാമൻ ഈ മെത്രാഭിഷേകത്തെ അംഗീകരിച്ചില്ല. അദ്ദേഹം അന്നത്തെ രാജാക്കന്മാരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് തിരുവിതാംകൂർ കൊച്ചി രാജ്യത്തിന് പുറത്ത് ബ്രിട്ടീഷ് മലബാറിൽപ്പെട്ട തോഴിയൂർ എന്ന സ്ഥലത്തേക്ക്, തൃശ്ശൂർ അപ്പുറത്തുള്ള തോഴിയൂർ എന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റി. അങ്ങനെ മാർ കൂറിലോസിൻ്റെ നേതൃത്വത്തിൽ 1772 പുത്തൻകൂർ സമുദായത്തിൽ തോഴിയൂർ സഭ എന്ന പേരിൽ പുതിയൊരു സഭാ സമൂഹം അവിടെ രൂപപ്പെട്ടു. ഈ തോഴിയൂർ സഭയിൽപ്പെട്ട പൗലോസ് മാർ ഫീലക്സിനോസ് എന്ന് പറയുന്ന മെത്രാപ്പോലീത്ത 1977 മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെട്ടു. തിരുവല്ലയിൽ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നു എന്ന കാര്യവും ഇത്തരണത്തിൽ പ്രത്യേകം നാം ഓർക്കേണ്ടതാണ്. ദിവന്യാസിയോസ് ഒന്നാമൻ പുനരൈക്യത്തിനു വേണ്ടി ഏറെ പരിശ്രമിച്ചൊരു വ്യക്തിയായിരുന്നു. 1799 ദിവന്യാസിയോസ് ഒന്നാമൻ പുനരൈക്യപ്പെടുകയും ആലപ്പുഴ തത്തമ്പള്ളിയിൽ പോയി താമസിക്കുകയും ചെയ്തു. എന്നാൽ ദിവന്യാസിയോസ് ഒന്നാമന് അധികാരം കൈമാറുവാൻ മിഷണറിമാർ ഒട്ടും താല്പര്യപ്പെട്ടില്ല. അതിനാൽ 6 മാസത്തിന് ശേഷം ദിവന്യാസിയോസ് ഒന്നാമൻ തൻ്റെ മാതൃസഭയിലേക്ക്, പുത്തൻകൂർ സമുദായത്തിലേക്ക്, യാക്കോബായ സഭയിലേക്ക് തിരികെ പോവുകയുണ്ടായി. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി ബ്രിട്ടീഷുകാരുടെ ഭരണം ഇവിടെ ശക്തമായി. ബ്രിട്ടീഷുകാരോടൊപ്പം
ബ്രിട്ടീഷ് മിഷണറിമാർ, പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ ഇവിടെ കടന്നു വരികയുണ്ടായി. പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരെ ഇവിടുത്തെ സഭ, പുത്തൻകൂർ സമുദായം പ്രത്യേകിച്ച്, അവരെ ദേവാലയങ്ങളിലേക്ക് സ്വീകരിക്കുകയുണ്ടായി. അവർക്ക് അധികാരമുണ്ടായിരുന്നതുകൊണ്ടും സാമ്പത്തിക ശക്തി ഉണ്ടായിരുന്നതുകൊണ്ടും അവരെ ദേവാലയങ്ങളിലേക്ക് ക്ഷണിക്കുകയും അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് മിഷണറിമാർ ഇവിടുത്തെ പുത്തൻകൂർ സമുദായത്തെ, യാക്കോബായ സഭയെ പ്രൊട്ടസ്റ്റൻ്റ് സഭയുടെ ഭാഗമാക്കാൻ അവർ പരിശ്രമിക്കുകയുണ്ടായി. വൈദികരെ നിർബന്ധിച്ച് വിവാഹിതരാക്കാനും അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻ്റ് ആശയങ്ങൾ ഈ സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കാനും പരിശ്രമം ഉണ്ടായി. അതിൻ്റെ ഭാഗമായി അന്ന് മെത്രാനായിരുന്ന ചേപ്പാട്ടുമാർ ദിവന്യാസിയോസ്, അദ്ദേഹം ഇതിനെതിരെ വളരെ ശക്തമായിട്ട് പോരാടുകയും 1836 മാവേലിക്കരയിൽ ഒരു സുനോദോസ് വിളിച്ചുകൂട്ടി CMS ചർച്ച് മിഷണറി സൊസൈറ്റിയിൽപ്പെട്ട മിഷണറിമാരെ പുറത്താക്കി. മിഷണറിമാരുമായിട്ട് ഇനിയും ഇവിടുത്തെ യാക്കോബായ സഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മിഷണറിമാരെ പുറത്താക്കി. അവരോടൊപ്പം 6000 വ്യക്തികൾ ഈ സഭയ്ക്ക് നഷ്ടമായി. അവരാണ് പിൽക്കാലത്ത് CSI സഭയിൽപ്പെട്ട സുറിയാനി സമൂഹം എന്നറിയപ്പെടുന്ന CSIക്കാർ. അവർക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ഭദ്രാസനവും ഉണ്ടെന്ന് നമുക്കറിയാം. ബ്രിട്ടീഷ് മിഷണറിമാരെ പുറത്താക്കിയതുകൊണ്ട് മാത്രം യാക്കോബായ സഭയിലുണ്ടായിരുന്ന പ്രൊട്ടസ്റ്റൻ്റ് ചിന്താധാര അവസാനിച്ചില്ല. പഴയ സെമിനാരി കേന്ദ്രീകരിച്ച് അബ്രഹാം മൽപ്പാൻ്റെ നേതൃത്വത്തിൽ വീണ്ടും നവീകരണ ശ്രമങ്ങൾ നടക്കുകയുണ്ടായി. നവീകരണ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടാനായി അബ്രഹാം മൽപ്പാൻ തൻ്റെ സഹോദരപുത്രൻ മാത്യൂസിനെ അന്ത്യോക്യയിലേക്ക് 1941 അയക്കുകയും അദ്ദേഹം അവിടെ നിന്ന് മെത്രാനായി പാത്രക്കീസിൻ്റെ അധികാര അവകാശങ്ങളോടുകൂടി 1942 ഇവിടെ എത്തുകയും തുടർന്ന് ഈ സഭയുടെ മേൽ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ചേപ്പാട്ടുമാർ ദിവന്യാസിയോസും മാത്യൂസ് മാർ അത്തനാസിയോസ് എന്ന പേരിൽ അന്ത്യോക്യയിൽ നിന്ന് വന്ന മെത്രാനും അധികാരത്തിൻ്റെ പേരിൽ പ്രതിസന്ധികളുണ്ടായി. അന്ത്യോക്യൻ പാത്രക്കീസ് മാത്യൂസ് മാർ അത്തനാസിയോസിനെയാണ് പിന്തുണച്ചത്. ഇവിടുത്തെ രാജാക്കന്മാരും മാത്യൂസ് മാർ അത്തനാസിയോസിനെ പിന്തുണച്ചോടുകൂടി ചേപ്പാട്ടുമാർ ദിവന്യാസിയോസിന് ഏതാണ്ട് അധികാരം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ഈ അവസരത്തിൽ അന്ത്യോക്യയിൽ നിന്ന് വന്ന മർക്കൂറിലോസ് എന്ന അന്ത്യോക്യൻ മെത്രാനെ ചേപ്പാട്ടുമാർ ദിവന്യാസിയോസ് അധികാരം ഫലമേൽപ്പിക്കുകയും അദ്ദേഹവും മാത്യൂസ് മാർ അത്തനാസിയോസും തമ്മിൽ അധികാര വടംവലി ഉണ്ടാകുകയും തുടർന്ന് കേസ് നടക്കുകയും ചെയ്തു. അങ്ങനെ 1865 ശേഷം പുലിക്കോട്ടിൽ മാർ ദിവന്യാസിയോസ് മെത്രാനായിട്ട് വരികയും അദ്ദേഹവും മാത്യൂസ് മാർ അത്തനാസിയോസും തമ്മിൽ വ്യവഹാരങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 1876 അന്ത്യോക്യൻ പാത്രക്കീസായിരുന്ന പത്രോസ് മൂന്നാമൻ ഇവിടെ കടന്നു വരികയും പ്രൊട്ടസ്റ്റൻ്റ് ആശയങ്ങളിൽ തൽപരനായിരുന്ന, നവീകരണ ചിന്തകളിൽ ആകൃഷ്ടനായിരുന്ന മാത്യൂസ് മാർ അത്തനാസിയോസിനെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെയും മുളന്തുരുത്തി സൂനോദോസിൽ വെച്ച് പുറത്താക്കുകയും പുലിക്കോട്ടിൽ മാർ ദിവന്യാസിയോസിന് ഈ സഭയുടെ മേൽ പൂർണ്ണ അധികാരം നൽകുകയും ചെയ്തു. 1877 മാത്യൂസ് മാർ അത്തനാസിയോസ് കാലം ചെയ്തു. അതിന് മുൻപായിട്ട് അദ്ദേഹം അബ്രഹാം മൽപ്പാൻ്റെ പുത്രനായിരുന്ന തോമസിനെ തോമസ് മാർ അത്തനാസിയോസ് എന്ന പേരിൽ മെത്രാനാക്കി. മുളന്തുരുത്തി സൂനോദോസിന് ശേഷം കോടതി വ്യവഹാരങ്ങളിലൂടെ യഥാർത്ഥ അധികാരം ആർക്കാണ് എന്നതിനെ ചൊല്ലി കോടതി വ്യവഹാരങ്ങൾ നടക്കുകയുണ്ടായി. പുലിക്കോട്ടിൽ മാർ ദിവന്യാസിയോസും തോമസ് മാർ അത്തനാസിയോസും തമ്മിൽ കോടതി വ്യവഹാരങ്ങൾ നടക്കുകയും 1889 വിധിയിൽ പുലിക്കോട്ടിൽ മാർ ദിവന്യാസിയോസ് ഈ കേസിൽ വിജയിക്കുകയും തോമസ് മാർ അത്തനാസിയോസും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും മാരാമണ്ണ് വന്ന് താമസിച്ച് ക്രമേണ നവീകരണ ചിന്തകൾക്ക് ശക്തി പകർന്ന് മർത്തോമ സഭ എന്ന പേരിൽ പുതിയൊരു സഭാസമൂഹം രൂപീകരിക്കുകയുണ്ടായി. സത്യത്തിൽ മാത്യൂസ് മാർ അത്തനാസിയോസ് പ്രൊട്ടസ്റ്റൻ്റ് ആശയങ്ങൾ ഇവിടുത്തെ സഭയുടെ മേൽ അടിച്ചേൽപ്പിച്ച് പ്രൊട്ടസ്റ്റന്റിസത്തിലേക്ക് സഭയെ കൊണ്ടുപോകാനല്ല ആഗ്രഹിച്ചിരുന്നത്. ബൈബിൾ അധിഷ്ഠിതമായ ഒരു നവീകരണം ഈ സഭയിൽ ഉണ്ടാകണം എന്ന ആഗ്രഹത്തിലാണ് അദ്ദേഹം കൂടുതലും പ്രവർത്തിച്ചത്. എന്നാൽ
ചേപ്പാട്ടുമാർ ദിവന്യാസിയോസും മാത്യൂസ് മാർ അത്തനാസിയോസും തമ്മിലുള്ള അധികാര വടംവലിയിൽ മാത്യൂസ് മാർ അത്തനാസിയോസിനെ സൂനോദോസ് പുറത്താക്കുകയായിരുന്നു. തുടർന്ന് തോമസ് മാർ അത്തനാസിയോസിന്റെ നേതൃത്വത്തിൽ കേസിൽ തോറ്റതിന് ശേഷം മാരാമണ്ണ് വന്ന് നവീകരണ ചിന്താധാരയിൽ മർത്തോമ സുറിയാനി സമൂഹം വളർന്നു വരികയും രൂപപ്പെട്ടു വരികയും ചെയ്തു. പുലിക്കോട്ടിൽ മാർ ദിവന്യാസിയോസ് മെത്രാപ്പോലിത്ത 1908 വട്ടശ്ശേരിൽ മാർ ഗീവറീസ് മെൽപ്പാനെയും പൗലോസ് മെൽപ്പാനെയും അന്ത്യോക്യയിലേക്ക് അയക്കുകയും ഇരുവരും അന്ത്യോക്യയിൽ നിന്ന് മെത്രാന്മാരായിട്ട് കേരളത്തിലേക്ക് വരികയും ചെയ്തു. 1909 പുലിക്കോട്ടിൽ മാർ ദിവന്യാസിയോസ് മെത്രാപ്പോലിത്ത അന്തരിച്ചു കഴിഞ്ഞപ്പോൾ വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് എന്ന പേരിൽ ഈ സഭയുടെ മെത്രാപ്പോലിത്തയായി മലങ്കര മെത്രാപ്പോലിത്തയായി അധികാരം ഏറ്റു. 1910 അന്ത്യോക്യൻ പേട്രിയാർക്കായിരുന്ന അബ്ദുള്ള പേട്രിയാർക്ക് ഇവിടെ വരികയും ഈ സഭയുടെ മുഴുവൻ അധികാര അവകാശങ്ങളും പാത്രക്കീസിന് എഴുതി കൊടുക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. അന്ന് 4 മെത്രാന്മാരിൽ മാർ കൂറിലോസും കൂടെയുണ്ടായിരുന്ന മറ്റ് 2 മെത്രാന്മാരും പാത്രക്കീസിൻ്റെ ഈ ആവശ്യങ്ങൾ എഴുതി കൊടുത്തു. എന്നാൽ സഭയുടെ തലവനായിരുന്ന വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് അതിരുകടന്ന പാത്രക്കീസിൻ്റെ ഈ താല്പര്യത്തിന് വഴങ്ങിയില്ല. അതിൻ്റെ പേരിൽ 1911 വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്തായെ അബ്ദുള്ള പേട്രിയാർക്ക് മുടക്കുകയുണ്ടായി. അത് സഭയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇവിടുത്തെ മെത്രാപ്പൊലീത്തായെ പാത്രക്കീസ് മുടക്കി എന്നതോടുകൂടി സഭയിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ശക്തമായി. ഈ പശ്ചാത്തലത്തിൽ ഈ മുടക്കഴിക്കുന്നതിനും ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിനുമായി 1912 അന്ത്യോക്യയിൽ തന്നെ ഉണ്ടായിരുന്ന അബ്ദേദ് മിശിഹ എന്നറിയപ്പെടുന്ന നേരത്തെ ഉണ്ടായിരുന്ന പേട്രിയാർക്ക്, അദ്ദേഹം ഒരു ആശ്രമത്തിൽ താമസിക്കുകയായിരുന്നു. അദ്ദേഹം ഖാലിഫിനാൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട് ആശ്രമത്തിൽ കഴിയുന്ന അവസരത്തിൽ ഖാലിഫ് പുതിയ പേട്രിയാർക്കിനെ വാഴിച്ചു. അദ്ദേഹമാണ് അബ്ദുള്ള പേട്രിയാർക്ക്. അദ്ദേഹമാണ് ഇവിടെ വന്ന് വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് പിതാവിനെ മുടക്കിയത്. അപ്പോൾ അന്ത്യോക്യയിൽ തന്നെ ഉണ്ടായിരുന്ന ആദ്യത്തെ പേട്രിയാർക്ക് അബ്ദേദ് മിശിഹായെ ഇവിടെ വിളിച്ചു വരുത്തി 1912 സെപ്റ്റംബർ മാസം 15 സ്വയം ഭരണാവകാശമുള്ള സൂനോദോ സംവിധാനമുള്ള ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കുകയും കാതോലിക്കോസിനെ വാഴിക്കുകയും ചെയ്തു. അങ്ങനെ വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് പിതാവിനോട് ചേർന്ന് നിന്നവർ അവർ മെത്രാൻ കക്ഷി എന്ന പേരിൽ അറിയപ്പെട്ടു. പാത്രക്കീസ് ബാവായോട് ചേർന്ന് നിന്ന മാർ കൂറിലോസും മറ്റു 2 മെത്രാന്മാരും അവരോട് കൂടെ നിന്നവർ ബാവാകക്ഷി എന്ന പേരിലും അറിയപ്പെട്ടു. അങ്ങനെ മലങ്കര യാക്കോബായ സഭ 1912 2 വിഭാഗമായി തിരിയുകയാണ്, ബാവാകക്ഷിയും മെത്രാൻ കക്ഷി. അതോടുകൂടി സഭയിൽ വലിയ പ്രതിസന്ധികളാണ് രൂപപ്പെട്ടത്. വട്ടിപ്പണ കേസിനെ ചൊല്ലി വ്യവഹാരങ്ങൾ ആരംഭിച്ചു. അതുപോലെ തന്നെ പഴയ സെമിനാരിയിലെ മുറികളിൽ ഇരുവിഭാഗങ്ങളും താമസിച്ച് എല്ലാം സ്വന്തമാക്കാനുള്ള പരിശ്രമങ്ങൾ, ദ്വന്ദ്വയുദ്ധങ്ങൾ, പരസ്പരമുള്ള പഴിചാരലുകൾ, സഭയുടെ ആത്മീയ അന്തരീക്ഷം വളരെ താറുമാറായി. നിരന്തരം വഴക്കിലും മല്ലിലും പ്രതിസന്ധിയിലൂടെയും ഈ യാക്കോബായ സമുദായം മെത്രാൻ കക്ഷി ബാവാകക്ഷി എന്ന പേരിൽ മുൻപോട്ട് നീങ്ങുകയുണ്ടായി. 1923 വട്ടിപ്പണ കേസ് ബാവാകക്ഷിക്ക് അനുകൂലമായിട്ട് വിധിക്കുകയുണ്ടായി. അത് വീണ്ടും മെത്രാൻ കക്ഷിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി. 1928 വട്ടിപ്പണ കേസിൻ്റെ വിധി, അവസാന വിധി വന്നു. അത് മെത്രാൻ കക്ഷിക്ക് അനുകൂലമായിരുന്നു. വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസിൻ്റെ കാലഘട്ടത്തിൽ 1934 മെത്രാൻ കക്ഷി ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കി. 1934 ഭരണഘടന, അതിൽ അന്ത്യോക്യൻ പാത്രക്കീസിനെ ആത്മീയ അധികാരിയായി അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്. ഒരുപക്ഷെ ബാവാകക്ഷിയുമായി ഒരു അന്യജ്ഞനം സാധ്യമാകും എന്നുള്ള ചിന്തയിലാണ് ഈ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. എന്നാൽ ബാവാകക്ഷി ഈ ഭരണഘടനയെ അംഗീകരിച്ചില്ല. ഈ ഭരണഘടനയിലൂടെയാണ് മെത്രാൻ കക്ഷി ഓർത്തഡോക്സ് സഭ എന്ന നാമം സ്വീകരിക്കുന്നത്, മലങ്കര ഓർത്തഡോക്സ് സഭ. അതിനു മുൻപ് മെത്രാൻ കക്ഷിയെന്നും യാക്കോബായ സഭയെന്നുമാണ് പൊതുവായി അറിയപ്പെട്ടിരുന്നത്. 1934 വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്യുകയുണ്ടായി. 1958 സുപ്രീം കോർട്ടിൻ്റെ ഒരു പ്രധാന വിധിയിൽ ഓർത്തഡോക്സ് കക്ഷി അല്ലെങ്കിൽ മെത്രാൻ കക്ഷിക്ക് വിജയമുണ്ടാകുകയും അതിൻ്റെ പേരിൽ
യാക്കോബായ സഭ അല്ലെങ്കിൽ പാത്രക്കീസ് കക്ഷി, ബാവ കക്ഷി വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയും ചെയ്തു. ഒരു അന്യജനമല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് മനസ്സിലാക്കി 1958 ബാവ കക്ഷി അല്ലെങ്കിൽ പാത്രക്കീസ് വിഭാഗം 1934 ഭരണഘടന അംഗീകരിക്കുന്നതിന് തീരുമാനിക്കുകയും ആ ഭരണഘടന അംഗീകരിക്കുന്നതായിട്ട് കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഇരു വിഭാഗങ്ങളും യോജിച്ച് ഒരു സഭയായി അനുരഞ്ജനപ്പെട്ട് മുൻപോട്ട് നീങ്ങുന്നതിന് ശ്രമിച്ചു. 1958 മുതൽ 1975 വരെ യാക്കോബായ ഓർത്തഡോക്സ് സഭ മെത്രാൻ കക്ഷിയും ബാവ കക്ഷിയും അനുരഞ്ജനപ്പെട്ട ഒറ്റ സമൂഹമായി മുൻപോട്ട് നീങ്ങി. 1975 വീണ്ടും ഈ സഭയിൽ പിളർപ്പുണ്ടായി. പാത്രക്കീസ് വിഭാഗം യാക്കോബായ സഭയും മെത്രാൻ കക്ഷി ഓർത്തഡോക്സ് സഭയും വീണ്ടും 2 വിഭാഗമായി പിരിയുകയുണ്ടായി. തുടർന്നുണ്ടായ നിരവധിയായ കോടതി വ്യവഹാരങ്ങൾ. അതിൻ്റെ എല്ലാം അവസാനം 2017 സുപ്രീം കോടതി അവസാനത്തെ വിധി പ്രസ്താവിക്കുകയുണ്ടായി. ആ വിധി ഓർത്തഡോക്സുകാർക്ക് അനുകൂലമായും യാക്കോബായ സഭയ്ക്ക് പാത്രക്കീസ് കക്ഷിക്ക് എതിരെയുമുള്ള വിധിയായിരുന്നു. അതോടുകൂടി യാക്കോബായ സഭ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയുണ്ടായി. യാക്കോബായ സഭയിലെ പല ദേവാലയങ്ങളും കോടതി വിധിയെ തുടർന്ന് ഓർത്തഡോക്സ് സഭാ സമൂഹം സ്വന്തമാക്കാൻ പരിശ്രമിക്കുകയുണ്ടായി. അത് വലിയ പ്രതിസന്ധികളാണ് ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും പത്രമാധ്യമങ്ങളിലൂടെ നാം അത് മനസ്സിലാക്കുകയുണ്ടായി. ആ പ്രതിസന്ധി ഇന്നും തുടരുന്നു എന്നുള്ളത് ഏറ്റവും വേദനാജനകമാണ്. ഇരു സഭകളും തമ്മിൽ ഐക്യപ്പെടുന്നതിനും സമാധാനമുണ്ടാകുന്നതിനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും ദൈവദാസൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായും ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുക. ദൈവദാസൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ ജീവിതത്തെ 5 ഘട്ടങ്ങളിലായി മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. 1882 മുതൽ 1913 വരെ പഴയ സെമിനാരിയിൽ 1-ാം മാർ ഇവാനിയോസ്, 1913 മുതൽ 1919 വരെ 2-ാം മാർ ഇവാനിയോസ് സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ, 1919 മുതൽ 1930 വരെ 3-ാം മാർ ഇവാനിയോസ് മുണ്ടമ്മലയിൽ, 1930 മുതൽ 1953 വരെ 4-ാം മാർ ഇവാനിയോസ് തിരുവനന്തപുരത്ത്, 1953 മുതൽ 5-ാം മാർ ഇവാനിയോസ് നിത്യതയിലേക്ക്, 1882 മുതൽ 1913 വരെയുള്ള 1-ാം മാർ ഇവാനിയോസ് കോട്ടയത്ത് പഴയ സെമിനാരിയിൽ. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. ദൈവദാസൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത 1882 സെപ്റ്റംബർ മാസം 21 മാവേലിക്കരയിൽ ജനിച്ചു. ഗീവർഗീസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം 1887 മുതൽ 1897 വരെ മാവേലിക്കരയിൽ നടക്കുകയുണ്ടായി. പുലിക്കോട്ടിൽ മാർ ദിവന്യാസോസ് പിതാവ് മാവേലിക്കരയിൽ വന്ന അവസരത്തിൽ ബാലനായിരുന്ന ഗീവർഗീസിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായിട്ട് കോട്ടയത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ 1897 മുതൽ ഗീവർഗീസ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോട്ടയത്ത് MD സെമിനാരിയിൽ നിർവഹിച്ചു. തുടർന്ന് അദ്ദേഹത്തെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുകയും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1907 MA പാസ്സായ ആദ്യത്തെ പുത്തൻകൂർ വൈദികൻ എന്ന നിലയിൽ അദ്ദേഹം തിരിച്ച് കോട്ടയത്ത് എത്തുകയും MD സെമിനാരിയുടെ പ്രിൻസിപ്പളായി ചുമതലയേൽക്കുകയും ചെയ്തു. 1908 സെപ്റ്റംബർ 15 അദ്ദേഹം പുരോഹിതനായി. 1908 മുതൽ 1913 വരെ കോട്ടയത്ത് MD സെമിനാരിയുടെ പ്രിൻസിപ്പളായി അദ്ദേഹം ശുശ്രൂഷ നിർവഹിച്ചു. കോട്ടയത്ത് MD സെമിനാരിയുടെ പ്രിൻസിപ്പളായും ഒരു വൈദികനായും പഴയ സെമിനാരി കേന്ദ്രീകരിച്ച് ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ 1910 അന്ത്യോക്യൻ പേട്രിയാർക്കായിരുന്ന അബ്ദുള്ള പാത്രക്കീസ് ഇവിടെ വരികയും ഈ സഭയുടെ ഭൗതികവും ആത്മീയവുമായ എല്ലാ അധികാരങ്ങളും അന്ത്യോക്യൻ പാത്രക്കീസിന് എഴുതി കൊടുക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. അന്ന് 4 മെത്രാപ്പൊലീത്താമാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ 4 മെത്രാപ്പൊലീത്താമാരിൽ
3 പേര് പാത്രികീസിൻ്റെ ആവശ്യം അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തു. മാർ കൂറിലോസും മറ്റ് 2 മെത്രാന്മാരും. എന്നാൽ സഭയുടെ തലവനായിരുന്ന വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യോസ് പിതാവ് ഇത് ഒപ്പിട്ട് കൊടുത്തില്ല. അതിൻ്റെ പേരിൽ അബ്ദുള്ള പേട്ടിയാർക്കും വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യോസും തമ്മിൽ പ്രശ്നമുണ്ടായി. 1911 അബ്ദുള്ള പേട്ടിയാർക്ക് വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യോസ് പിതാവിനെ മുടക്കുകയുണ്ടായി. ഇത് സഭയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടുത്തി. സഭയുടെ തലവനെ പാത്രികീസ് മുടക്കി എന്നുള്ളത് സഭയെ പിടിച്ച് കുലുക്കിയ സംഭവമായിരുന്നു. മാർ കൂറിലോസും ഒപ്പിട്ട് കൊടുത്ത 2 മെത്രാന്മാരും ബാവായോട് ചേർന്ന് നിന്നു. അവർ ബാവാക്കക്ഷി എന്ന പേരിൽ അറിയപ്പെട്ടു. വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യോസ് എന്ന മെത്രാനോട് ചേർന്ന് നിന്നവർ മെത്രാൻ കക്ഷി എന്ന പേരിൽ അറിയപ്പെടുകയുണ്ടായി. അങ്ങനെ ഭാരതത്തിലെ യാക്കോബായ സഭ 2 വഴിയിൽ പിരിയുകയാണ്, ബാവാക്കക്ഷിയും മെത്രാൻ കക്ഷിയും. ഈ 2 വിഭാഗങ്ങളായി പിരിഞ്ഞതോടുകൂടി സഭയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. പരസ്പരം ഉള്ള ദ്വന്ദ്വയുദ്ധങ്ങൾ, കലാപങ്ങൾ, വട്ടിപ്പണ കേസിന് വേണ്ടിയുള്ള വ്യവഹാരങ്ങൾ, പഴയ സെമിനാരി കേന്ദ്രീകരിച്ച് പഴയ സെമിനാരിയുടെ ഓരോ മുറികളും സ്വന്തമാക്കാനുള്ള ചരടുവലികൾ, അങ്ങനെ സഭാന്തരീക്ഷം മുഴുവൻ കലുഷിതമായി. ഈ അവസരത്തിൽ 1912 അന്ത്യോക്യയിൽ ഉണ്ടായിരുന്ന അബ്ദേദ് മിശിഹ എന്ന പാത്രികീസിനെ ഇവിടെ വിളിച്ചു വരുത്തുകയും അബ്ദേദ് മിശിഹ ഇവിടെ വന്ന് സ്വയം ഭരണാധികാരമുള്ള ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കുകയും വട്ടശ്ശേരി തിരുമേനിയുടെ മുടക്ക് അഴിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ നിന്ന് വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു PT ഗീവറീസ് എന്ന വൈദികൻ്റേത്. ഈ പ്രതിസന്ധിയിൽ 1912 സെറാംപൂരിൽ ഒരു മീറ്റിംഗ് നടക്കുകയുണ്ടായി. പ്രൊട്ടസ്റ്റന്റ് സഭയിലുണ്ടായ നിരന്തര പുലർപ്പുകൾ ആ സഭയെ വളരെ പ്രയാസത്തിലാക്കി. അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ യൂണിറ്റി ഉണ്ടാകണം, ഐക്യമുണ്ടാകണം, എങ്കിലേ സുവിശേഷ പ്രഘോഷണം, എവഞ്ചലൈസേഷൻ സാധ്യമാകൂ എന്ന് മനസ്സിലാക്കി ഇംഗ്ലണ്ടിൽ എഡിൻബറോയിൽ ഒരു മീറ്റിംഗ് നടത്തി അമേരിക്കക്കാരനായ ഡോക്ടർ മോട്ടിനെ വിവിധ സ്ഥലങ്ങളിൽ പോയി ഈ ഐക്യത്തെക്കുറിച്ചും സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനായിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് അയച്ചു. 1912 ഡോക്ടർ മോട്ട് കൽക്കട്ടയിൽ സെറാംപൂരിൽ വന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി, പ്രൊട്ടസ്റ്റന്റുകാരുടെ മീറ്റിംഗ്. ആ മീറ്റിങ്ങിലേക്ക് മെത്രാൻ കക്ഷിയിൽ നിന്നും വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യോസ് മെത്രാപ്പോലിത്തായും PT ഗീവറീസ് എന്ന വൈദികനും അതിൽ സംബന്ധിക്കുകയുണ്ടായി. ആ മീറ്റിങ്ങിലെ ചർച്ചാ വിഷയം യൂണിറ്റി ആൻഡ് എവഞ്ചലൈസേഷൻ, ഐക്യവും സുവിശേഷ പ്രചാരണവും. ഐക്യമില്ലാതെ സുവിശേഷ പ്രഘോഷണം അസാധ്യമാണ്. അതുകൊണ്ട് ഐക്യത്തെക്കുറിച്ചും സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചുമുള്ള വലിയ ബോധ്യം PT ഗീവറീസിന് ഈ സെറാംപൂർ മീറ്റിങ്ങിലൂടെ ലഭിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുകയുണ്ടായി. ആ മീറ്റിങ്ങിന് അവസാനം സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഹവൽസ് PT ഗീവറീസ് എന്ന വൈദികനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് പറഞ്ഞു, ഈ കോളേജിൽ പഠിപ്പിക്കുന്നതിന് തയ്യാറാകണം. എന്നാൽ PT ഗീവറീസ് അത് സ്വീകരിച്ചില്ല. അദ്ദേഹം ആ ഓഫർ നിരസിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം തിരിച്ച് നാട്ടിലേക്ക് വന്നു. എന്നാൽ തിരിച്ച് നാട്ടിൽ വന്ന അദ്ദേഹത്തിന് നിരന്തരം ഹവൽസ് കത്തെഴുതിക്കൊണ്ടിരുന്നു. PT ഗീവറീസ് എന്ന യുവ വൈദികൻ MD സെമിനാരിയുടെ പ്രിൻസിപ്പളായി പഴയ സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ സഭയിലുണ്ടായ ഈ പിളർപ്പ് അദ്ദേഹത്തെ ഏറെ പ്രയാസപ്പെടുത്തി. അദ്ദേഹത്തിന് ഒരു ആത്മീയ ജീവിതം മുൻപോട്ട് നയിക്കുന്നത് വലിയ പ്രതിസന്ധിയായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൽക്കട്ടയിലേക്ക് പോകുന്നതിനും അവിടെ പോയി പഠിപ്പിക്കുന്നതിനും അവിടെ പഠിപ്പിക്കുന്നതിലൂടെ സഭയ്ക്കുണ്ടാകുന്ന വലിയ നേട്ടത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ബോധ്യമാകുകയും ഹവൽസിൻ്റെ നിരന്തര എഴുത്തുകളിലൂടെ അദ്ദേഹം ആ രീതിയിലേക്ക് ചിന്തിക്കുന്നതിന് ഇടയാവുകയും ചെയ്തു. അദ്ദേഹം വട്ടശ്ശേരി തിരുമേനിയോട് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും വട്ടശ്ശേരി മാർ ദിവന്യാസ്യോസ് മെത്രാപ്പോലീത്ത അദ്ദേഹത്തെ സെറാംപൂരിലേക്ക് അയക്കുകയും ചെയ്തു. 1913 PT ഗീവറീസ് പഴയ സെമിനാരി വിട്ട് സെറാംപൂരിലേക്ക് പോവുകയുണ്ടായി. ദിവദാസൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതത്തെ 5 ഘട്ടമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1-ാം ഘട്ടം നമുക്ക് പഴയ സെമിനാരി എന്ന രീതിയിൽ മനസ്സിലാക്കാം.
ബാല്യം മുതൽ ജനനം മുതൽ പഴയ സെമിനാരി വരെയുള്ള ആ കാലഘട്ടം 1882 മുതൽ 1913 വരെ പഴയ സെമിനാരിയിൽ അദ്ദേഹം MD സെമിനാരിയുടെ പ്രിൻസിപ്പളായി ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് സ്വന്തക്കാരെയും ബന്ധക്കാരെയും പരിചയക്കാരെയും എല്ലാം വിട്ട് ഒരു പരിചയവുമില്ലാത്ത ബ്രിട്ടീഷുകാരുടെ സറാംപൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരം തൻ്റെ ആത്മകഥയിൽ ഓട്ടോബയോഗ്രഫിയിൽ എഴുതുന്നുണ്ട്. അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലായിരിക്കുമ്പോൾ 1929 എഴുതിയ പുസ്തകമാണ് ഗിരിദീപം എന്ന് പറയുന്ന ആത്മകഥ. പഴയ സെമിനാരിയിലുണ്ടായിരുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരം എഴുതുകയാണ്. മലങ്കര സുറിയാനി സമുദായത്തിലെ ദ്വന്ദ്വയുദ്ധങ്ങൾ, തമ്മിലുണ്ടായിരുന്ന തൊഴുത്തിൽ കുത്ത്, അനർഹമായ വ്യാമോഹം, സ്വാർത്ഥപരമായ അഭിവാഞ്ച എന്നിവയെല്ലാം കൂടി ഒടുവിൽ പഴയ സെമിനാരിയുടെ മുറ്റത്തെ രക്തം കൊണ്ട് കുളിപ്പിച്ചല്ലോ എന്ന് നാം വിഷാദിച്ചു. സാമുദായികമായ ദുരഭിമാനവും വാശിയും കൊലപാതകത്തിലേക്ക് തന്നെ മനുഷ്യനെ ഇറക്കിവിട്ടു. ദൈവഭയമില്ലായ്മയുടെയും ദൈവസ്നേഹമില്ലായ്മയുടെയും തന്നെ ഇവ രണ്ടിൻ്റെ അഭാവം പാപ്പിയുടെ തലയെ 13 കഷ്ണങ്ങളാക്കി തീർത്തു. അവൻ്റെ രക്തം സമുദായമാകമേ തളിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകം പേർക്കും പശ്ചാത്താപം ഉണ്ടാകാത്തതിൻ്റെ കാരണമെന്ത്? പഴയ സെമിനാരി കേന്ദ്രീകരിച്ച് വലിയ പ്രതിസന്ധികൾ, പല മുറികളും ഇരുവിഭാഗങ്ങളും കയ്യേറി. വട്ടശ്ശേരി തിരുമേനിയുടെ അംഗരക്ഷകനായ ആനപ്പാപ്പിയെ ആ മുറ്റത്ത് എതിർവിഭാഗം തലക്കടിച്ച് കൊന്നു. 13 കഷ്ണങ്ങളായി അദ്ദേഹത്തിന് തല ചിതറിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അങ്ങനെ വലിയ കലുഷിതമായ സഭാ അന്തരീക്ഷത്തിലാണ് PT ഗീവർഗീസ് പഴയ സെമിനാരിയിൽ കഴിഞ്ഞത്. പഴയ സെമിനാരിയിൽ നിന്നും സറാംപൂരിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരം എഴുതി: ഏറെ ദിവസങ്ങളായി നെഞ്ചിന്മേൽ വയ്ക്കപ്പെട്ടിരുന്ന വലിയൊരു പാറക്കല്ല് പെട്ടെന്നെടുത്ത് മാറ്റിയാൽ എങ്ങനെയോ അതുപോലെ അനുക്ഷണം നമുക്ക് വലിയൊരു ആശ്വാസവും സുഖവും തോന്നി. MD സെമിനാരിയുടെ പ്രിൻസിപ്പൽ ഉദ്യോഗം രാജിവെച്ച് സറാംപൂർക്കായി യാത്ര പുറപ്പെടാൻ പിന്നെ അധികം ദിവസങ്ങൾ കഴിയേണ്ടതായി വന്നില്ല. ചുരുക്കത്തിൽ വലിയ മാനസിക സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് PT ഗീവർഗീസ് പഴയ സെമിനാരി വിട്ടുപേക്ഷിച്ച് സറാംപൂരിലേക്ക് യാത്രയാകുന്നത്. ഈ വനുസ്വാമിൻ്റെ രണ്ടാമത്തെ കാലഘട്ടം 1913 മുതൽ 1919 വരെ കൽക്കട്ടയിലെ സറാംപൂരിൽ ബ്രിട്ടീഷുകാരുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം, സറാംപൂരിലെ പ്രൊഫസർ, എല്ലാ ഔന്നത്യങ്ങളോടും കൂടി അദ്ദേഹം അവിടെ ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് മാസം 1000 രൂപ ശമ്പളം ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്. അന്ന് ഒരു അധ്യാപകൻ്റെ ശമ്പളം 10 രൂപയാണ്. അതായത് ഒരു അധ്യാപകൻ വാങ്ങിക്കുന്നതിൻ്റെ 100 ഇരട്ടി ശമ്പളമാണ് സറാംപൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എന്ന നിലയിൽ ശമ്പളം വാങ്ങിച്ചത്. ഒരുപക്ഷെ 112 വർഷം മുൻപ് 1000 രൂപ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്നത്തെ 10 ലക്ഷം രൂപയുടെ വില കാണും. ചുരുക്കത്തിൽ 10 ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങിച്ചാണ് അദ്ദേഹം സറാംപൂരിൽ പഠിപ്പിച്ചത് എന്ന് നാം തിരിച്ചറിയണം. എല്ലാ ഔന്നത്യങ്ങളും കഴിഞ്ഞ അദ്ദേഹം അവിവാഹിതനായ ഒരു പുരോഹിതൻ, ആത്മീയതയിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കാതെ പഴയ സെമിനാരി വിട്ട് സറാംപൂരിലെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ധാരാളം മിഷണറി വൈദ്യ അദ്ദേഹം പരിചയപ്പെട്ടു. കത്തോലിക്ക സഭയിലെയും പ്രൊട്ടസ്റ്റന്റ് സഭയിലെയും ധാരാളം മിഷണറിമാരെ അദ്ദേഹം പരിചയപ്പെട്ടു. അവരൊക്കെ ചോദിച്ചു, അങ്ങയുടെ സഭ മിഷൻ പ്രവർത്തനത്തിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? പക്ഷേ അതിനുത്തരം കൊടുക്കാൻ PT ഗീവർഗീസ് എന്ന വൈദികൻ ഏറെ വിഷമിച്ചു. വഴക്കിലും ദ്വന്ദ്വയുദ്ധങ്ങളിലും കോടതി വ്യവഹാരങ്ങളിലും മുൻപോട്ട് നീങ്ങിയ സഭ, ഈ സഭയ്ക്ക് യാതൊരു മിഷൻ പ്രവർത്തനവും നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ള നൊമ്പരം അദ്ദേഹത്തെ വേദനപ്പെടുത്തി. ഇത് ഇപ്രകാരം തൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്: ഭാരതഭൂമിയുടെ ആത്മീയ ഉത്കർഷാർത്ഥം അന്യരാജ്യങ്ങളിൽ നിന്ന് പലരും ഇവിടെ എത്തി. ആരോഗ്യവും ധനവും പരിഗണിക്കാതെ സുവിശേഷ പ്രചരണം ചെയ്തു വരുന്നത് കണ്ടുകൊണ്ടിരുന്നിട്ടും പൂർവിക സഭയുടെ ക്ഷന്തവ്യമല്ലാത്ത ആലസ്യത്തെയും വിസ്മൃതിയെയും കുറിച്ച് അവരിൽ ചിലർ അഭിമുഖമായി ചോദിക്കുക പോലും ചെയ്തിട്ടും ഉണരാതെയും എണീക്കാതെയുമുള്ള നമ്മുടെ ആ പഴയ കിടപ്പ് അത്യന്തം ലജ്ജാകരവും കുറ്റകരവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴെങ്കിലും അതിനെപ്പറ്റി പശ്ചാത്തപിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് വലിയ നിർഭാഗ്യമായി തന്നെ കരുതപ്പെടേണ്ടതാണ്. നിശ്ചയമായും ഭാരതഭൂമിയുടെ അവിശ്വാസത്തിനും ആത്മീയമായ അതിൻ്റെ അജ്ഞാനത്തിനും ഒരു കാലത്ത് മലങ്കര സുറിയാനി സമുദായം സമാധാനം പറയേണ്ടതായി വരും എന്ന് നാം മനസ്സിലാക്കണം. അദ്ദേഹം എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്: ക്രൈസ്തവ സഭയുടെ സർവപ്രധാനമായ ചുമതല സുവിശേഷ പ്രചരണം അത്രേ. രക്ഷകനായ മിശിഹാ തമ്പുരാനെ ഏവർക്കും കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മുദ്രാവാക്യം. ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ ഒരു മിഷണറി സമൂഹം രൂപപ്പെടണമെന്ന് അദ്ദേഹം മനസ്സിലാഗ്രഹിക്കുകയാണ്. ഇപ്രകാരം എഴുതുകയാണ്: ഉദരനിമിത്തം
ബഹുകൃത വേഷം അണിയുന്നവരെ ചേർക്കാതെ ദൈവികമായ പ്രബോധനമുള്ളവരെയും പ്രതിഫലേച്ഛയില്ലാത്തവരെയും ചേർത്ത് രൂപീകരിക്കപ്പെടുന്ന ഒരു മിഷണറി സംഘമുണ്ടായാൽ വാസ്തവത്തിൽ അതുതന്നെയായിരിക്കും മലങ്കര സുറിയാനി സഭയുടെ ഭാവൈശ്വര്യങ്ങൾക്ക് നിദാനമെന്നതിൽ പക്ഷാന്തരമുണ്ടാകുവാൻ ഇടയുള്ളതല്ല. അപ്പോൾ ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ ഒരു മിഷണറി സംഘം രൂപീകരിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശക്തമായി. ഇവിടുന്ന് ധാരാളം ചെറുപ്പക്കാരെ അദ്ദേഹം സെറാംപൂരിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. യുവാക്കന്മാരും യുവതികളും ഏകദേശം 50 പേരോളം സെറാംപൂരിൽ ഒരേ സമയം പഠിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കും. അദ്ദേഹം വിചാരിച്ചു യുവതിയുവാക്കന്മാരെ പഠിപ്പിച്ച് മിടുക്കന്മാരാക്കി അവരെ കൊണ്ടൊരു മിഷണറി സമൂഹം ഉണ്ടാക്കാമെന്ന്. എന്നാൽ അദ്ദേഹത്തിന് പിൽക്കാലത്ത് മനസ്സിലായി പഠിപ്പിച്ചതുകൊണ്ട് മാത്രം ആരും സുവിശേഷൂഷയ്ക്കൊന്നും ഇറങ്ങണമെന്നില്ല. പഠിച്ച വിദ്യാഭ്യാസം കിട്ടി ജോലി കിട്ടിയപ്പോൾ എല്ലാവരും മിഷൻ പ്രവർത്തനവും സഭയുമൊക്കെ മറക്കും. അതുകൊണ്ട് അദ്ദേഹം നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഗിരിദീപം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഓട്ടോബയോഗ്രഫി അഭിപ്രായം എഴുതുകയാണ്, മലങ്കര സഭയുടെ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛത ഞാൻ കാണുകയും മണക്കുകയും ചെയ്തു. അതെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയരുവാനുള്ള ഒരു ചവിട്ടുപടിയായി സോപാനമായി നാം കരുതി. അതായത് മലങ്കര സഭയുടെ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛത അദ്ദേഹം കാണുകയും മണക്കുകയും ചെയ്തു. അതെല്ലാം ദൈവസന്നിധിയിലേക്ക് വളരാനുള്ള ഒരു ഉപാധിയായി ചവിട്ടുപടിയായി അദ്ദേഹം കരുതി. മലങ്കര സഭയുടെ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛത കാണുകയും മണക്കുകയും ചെയ്തിട്ട് അതിന് കാരണക്കാർ നിങ്ങളൊക്കെയാണെന്ന് പറഞ്ഞ് ആരുടെ നേരെ അദ്ദേഹം കൈ ചൂണ്ടിയില്ല. പിന്നെയോ ആ മ്ലേച്ഛത, ആ കുറവ് എന്നിലുമുണ്ട്, ഞാനാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്, എന്നിലാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത്, ഞാനും ആ സഭയുടെ ഭാഗമാണ്, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടാൽ എൻ്റെ സഭ വിശുദ്ധീകരിക്കപ്പെടും. അദ്ദേഹം നിരന്തരം ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ, എൻ്റെ സഭയെ ഒരു മിഷണറി സമൂഹമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം എഴുതുന്നുണ്ട്, ഒരു കുശവൻ മണ്ണ് കുഴച്ച് കലമുണ്ടാക്കണമോ കുടമുണ്ടാക്കണമോ എന്ന് ആലോചിക്കുന്നത് പോലെ നാം ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ എന്തു മാർഗമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്. അദ്ദേഹം അവസാനം ദൈവാത്മാവ് അദ്ദേഹത്തിനൊരു വഴി തുറന്നു കൊടുത്തു. ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ ഏറ്റവും പറ്റിയ വഴി ഒരു സന്യാസ പ്രസ്ഥാനം തുടങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം നിരവധി സന്യാസ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുകയും സ്വയം സന്യാസിയാകാൻ തീരുമാനിക്കുകയും അങ്ങനെ സ്വയം വിശുദ്ധീകരണത്തിനായിട്ട് തന്നെ സമർപ്പിക്കുകയും ചെയ്തു. താനായിരിക്കുന്ന സഭയിലെ മ്ലേച്ഛത കാണുകയും മണക്കുകയും ചെയ്തിട്ട് ആ മ്ലേച്ഛത എന്നിലുമുണ്ടെന്ന് മനസ്സിലായി. ഞാനാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടാൽ എൻ്റെ സഭ വിശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് സന്യാസത്തിൽ സ്ഫുടം ചെയ്തൊരു ആത്മീയതയിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം. താനായിരിക്കുന്ന ആ സന്യാസ സമൂഹത്തിലെ വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു സമൂഹത്തെ കൊണ്ട് ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സെറാംപൂരിൻ്റെ എല്ലാ ഔന്നത്യങ്ങളും വിട്ടുപേക്ഷിക്കുകയാണ്. 1913 മുതൽ 1919 വരെയുള്ള കാലഘട്ടം ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവ് സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ, അദ്ദേഹം രണ്ടാമത്തെ കാലഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം സെറാംപൂരിൻ്റെ എല്ലാ ഔന്നത്യങ്ങളും വേണ്ടെന്ന് വെച്ചു. കാഷായ വസ്ത്രം ധരിച്ച് മൺചട്ടിയെടുത്ത് ഒരു താപസനായി അദ്ദേഹം സെറാംപൂർ വിട്ടുപേക്ഷിച്ച് മുണ്ടമ്മല കയറുകയാണ്. ഒരു മുനിയായി, ഒരു താപസനായി, ഒരു സന്യാസിയായി അദ്ദേഹം സെറാംപൂർ വിട്ടുപേക്ഷിച്ച് മുണ്ടമ്മല കയറി. സെറാംപൂരിൽ തനിക്ക് ലഭിക്കാവുന്ന എല്ലാ ഔന്നത്യങ്ങളും എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും എല്ലാം വിട്ടുപേക്ഷിച്ചാണ് മൺചട്ടിയെടുത്ത് കാഷായ വസ്ത്രം ധരിച്ച് താപസനായി മുനിയായി അദ്ദേഹം മുണ്ടമ്മല കയറിയത്. ദേവദാസൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു പിൻവാങ്ങലിൻ്റെ ആത്മീയത കാണാൻ സാധിക്കും. പഴയ സെമിനാരിൽ വട്ടശ്ശേരി തിരുമേനി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഔന്നത്യമേറിയ വ്യക്തിത്വമായിരുന്നു പി ടി ഗീവർഗീസ് എന്ന വൈദികൻ്റേത്. എന്നാൽ അവിടുത്തെ പ്രതിസന്ധിയിൽ തനിക്ക് പരിചയമുണ്ടായിരുന്ന സ്വന്തക്കാരെയും ബന്ധക്കാരെയും എല്ലാവരും ഉപേക്ഷിച്ച് ഒരു പരിചയമില്ലാതിരുന്ന സെറാംപൂരിലേക്ക് പിൻവാങ്ങുകയാണ്. സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ ഔന്നത്യമേറിയ ഒരു പ്രൊഫസർ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കെ അതെല്ലാം വിട്ടുപേക്ഷിച്ച് അതിൻ്റെ എല്ലാ ഭൗതികമായ മാനങ്ങളും എല്ലാ ഔന്നത്യങ്ങളും വേണ്ടെന്ന് വെച്ച് സെറാംപൂർ വിട്ടുപേക്ഷിക്കുകയാണ്. ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം, അതിനുവേണ്ടി എന്നെ തന്നെ സന്യാസം എന്ന ആത്മീയതയിൽ സ്ഫുടം ചെയ്യണം. അതിനുവേണ്ടി അദ്ദേഹം സെറാംപൂർ വിട്ടുപേക്ഷിച്ച് മുണ്ടമ്മല കയറി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പിൻവാങ്ങലിൻ്റെ ആത്മീയതയാണ് നമ്മൾ കാണുക. സെറാംപൂർ വിട്ടുപേക്ഷിക്കുന്ന ദേവദാസൻ മാർ ഇവാനിയോസ് പി ടി ഗീവർഗീസ് എന്ന വൈദികൻ. ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ഘട്ടമാണ്
മൂന്നാം മാർ ഇവാനിയോസ് 1919 മുതൽ 1930 വരെ മുണ്ടന്മലയിൽ ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ ഒരു സന്യാസ പ്രസ്ഥാനം ആരംഭിക്കണം, അത് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണം, ഒരു സന്യാസത്തിലൂടെ ആ വിശുദ്ധീകരണത്തിന് അദ്ദേഹം ആഗ്രഹിക്കുകയും സറാംപൂരിൽ വെച്ച് തന്നെ മുണ്ടന്മലയിൽ ഒരു ആശ്രമം പണിയുന്നതിന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. തൻ്റെ ആഗ്രഹം സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ നിർണത്തുള്ള E.J. ജോൺ വക്കീൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുണ്ടന്മലയിൽ 100 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ നമുക്ക് ആശ്രമം പണിയാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ കോട്ടയത്തോ മുളന്തുരുത്തിയിലോ മാവേലിക്കരയോ പിറവത്തോ ഒക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആശ്രമം സ്ഥാപിക്കാമായിരുന്നു. എന്നാൽ വനത്തിനുള്ളിൽ കുടിൽ കെട്ടി ആഴപ്പെട്ട ഒരു സന്യാസ ജീവൻ നയിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. E.J. ജോൺ വക്കീൽ കൊടുത്ത 100 ഏക്കർ സ്ഥലത്തോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച തുക കൊണ്ട് 250 ഏക്കർ സ്ഥലം കൂടി കൂട്ടിച്ചേർത്തു. വീണ്ടും തൻ്റെ സുഹൃത്തുക്കൾ കൊടുത്ത കാശ് കൊണ്ട് 50 ഏക്കർ സ്ഥലം കൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ 400 ഏക്കർ സ്ഥലം മുണ്ടന്മലയിൽ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഈ 400 ഏക്കർ സ്ഥലത്താണ് ആശ്രമം സ്ഥാപിച്ചത്. വനത്തിനുള്ളിൽ കുടിൽ കെട്ടി ആ കുടിലിനുള്ളിലാണ് ആശ്രമ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 1919 ഓഗസ്റ്റ് 15 ബഥനി ആശ്രമം എന്ന പേരിൽ മുണ്ടന്മലയിൽ അദ്ദേഹം ആശ്രമം ആരംഭിച്ചു. അദ്ദേഹം മുണ്ടന്മലയിലായിരിക്കുമ്പോൾ സ്വയം വിശുദ്ധീകരണത്തിനായിട്ട് തന്നെ വിശുദ്ധിയിൽ പ്രതിഷ്ഠിക്കുന്നതിനായിട്ട് സ്വയം പരിത്യജിക്കുന്നതിനായിട്ട് അദ്ദേഹം കൂടുതൽ പരിശ്രമിച്ചു. അദ്ദേഹം സന്യാസത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതുകയാണ്: സന്യാസം യാഗപശു തന്നെ. യാഗപശു 4 അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒന്നാമതായി യാഗപശുവിനെ കൂട്ടത്തിൽ നിന്ന് വേർതിരിക്കുന്നു. രണ്ടാമതായി അതിനെ ദേവാലയത്തിന് പുറത്തു കെട്ടുന്നു. മൂന്നാമതായി യാഗ ദിവസത്തിൽ ആരാധകൻ വന്നതിനെ കഴുത്തു വെട്ടി തോലുരിച്ച് പല കഷ്ണങ്ങളാക്കി അതിനെ ഖണ്ഡിക്കുകയും അതിൽ നിന്ന് ചീത്ത ഭാഗങ്ങൾ ഉപേക്ഷിക്കുകയും രക്തം പ്രത്യേക പാത്രത്തിലാക്കി ആചാര്യനെ ഏൽപ്പിക്കുകയും മാംസവും രക്തവും ദേവാലയത്തിനുള്ളിലുള്ള യാഗപീഠത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നാലാമതായി ആചാര്യൻ മാംസകഷ്ണങ്ങളെ യാഗപീഠത്തിന്മേൽ വെച്ച് ഹോമിക്കുകയും രക്തത്തെ പീഠത്തിന്മേൽ ഒഴിക്കുകയും ചെയ്യുന്നു. യഹൂദന്മാർക്ക് പല യാഗങ്ങളും ഉള്ളതിനാൽ അതിശ്രേഷ്ഠമായത് സർവാംഗ ഹോമ യാഗമത്രേ. മറ്റുള്ള യാഗങ്ങളിൽ ആരാധകനും മറ്റും ചില ഓഹരികളുണ്ട്. ഒരു ഭാഗം മാത്രമേ യാഗപീഠത്തിന്മേൽ വെച്ച് ഹോമിക്കുകയുള്ളൂ. എന്നാൽ സർവാംഗ ഹോമയാഗമെന്നത് അങ്ങനെയല്ല. എല്ലാം ദൈവത്തിന് മാത്രമായി ഹോമിക്കപ്പെടുന്നു. അതത്രേ സന്യാസം. യാഗപശുവിന് തുല്യനായ സന്യാസി സ്വയമേവ വേർതിരിക്കപ്പെടുന്നു. സ്വയമേവ അയാൾ ദേവാലയത്തിൻ്റെ പരിസര പ്രദേശമെന്ന് പറയപ്പെടുന്ന ആശ്രമത്തിലേക്ക് വന്നുചേരുന്നു. അവിടെ അയാൾ യാഗദിവസത്തെയും പ്രതീക്ഷിച്ച് ദിവസം തോറും തൻ്റെ മാലിന്യങ്ങളെല്ലാം കണ്ണുനീരിൽ കഴുകിക്കൊണ്ട് താമസിക്കുന്നു. യാഗദിവസത്തിൽ സന്യാസി ദേവാലയത്തിൻ്റെ വാതിൽക്കൽ വെച്ച് കണ്ഠച്ഛേദം ചെയ്യപ്പെടേണ്ടതാണ്. അയാളുടെ കഴുത്തിനെ അയാൾ തന്നെ ഛേദിച്ചു കളയുന്നു. വെട്ടുകത്തി വ്രതത്രയങ്ങളത്രേ. അനന്തരം ആചാര്യനാകുന്ന ധർമാധ്യക്ഷന് അയാൾ തന്നെ ഏൽപ്പിക്കുകയും ധർമാധ്യക്ഷൻ അയാളെ ദൈവത്തിനായി സമർപ്പിച്ച് ദൈവനാമത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. സന്യാസിയുടെ തോൽ ഉരിയപ്പെടണം. ദേഹം പല കഷ്ണങ്ങളായി ഖണ്ഡിക്കപ്പെടണം. അതിൽ ചീത്തയായ ഭാഗങ്ങൾ ആർത്തു നീക്കണം. വ്രതാനുഷ്ഠാന നിർവഹണങ്ങളാൽ മാത്രം ഒരാൾ പരിപൂർണ സന്യാസിയായി തീരുന്നില്ല. സന്യാസി യാഗപീഠത്തിന്മേൽ കിടന്ന് ഹോമിക്കപ്പെടുക തന്നെ വേണം. അയാൾ യേശുമിശിഹായോടൊപ്പം യാഗപീഠത്തിന്മേൽ കിടന്ന് ആയുഷ് പര്യന്തം ഈ യാഗം അർപ്പിക്കപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു സന്യാസത്തിൻ്റെ ആഴപ്പെട്ട ആത്മീയതയാണ് ദേവദാസൻ മാർ യോവാനിയോസ് പിതാവിൽ നമ്മൾ കാണുക. P.T. ഗീവറീസ് എന്ന വൈദ്യം നമ്മൾ കാണുക. സന്യാസത്തെ ആഴത്തിൽ സ്വീകരിച്ചുകൊണ്ട് സ്വയം വിശുദ്ധീകരിക്കാനായി അദ്ദേഹം ഒരു സന്യാസിയായി തീർന്നു. ഈ മുണ്ടന്മലയിൽ അദ്ദേഹം ധാരാളം അനാഥ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തിയിരുന്നു. ആശ്രമത്തിൻ്റെ മുൻപോട്ടുള്ള അനുദിന ആവശ്യങ്ങൾക്കായിട്ട് അദ്ദേഹം ഭിക്ഷാടനം ചെയ്തിരുന്നു. അങ്ങനെ മലങ്കര സഭ അടുത്തുള്ള ഊറിക്കിടക്കുന്ന മ്ലേച്ഛത കാണുകയും മണക്കുകയും ചെയ്തിട്ട് ആ മ്ലേച്ഛത എന്നിലുമുണ്ട്, അതുകൊണ്ട് ഞാനാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. അങ്ങനെ സന്യാസത്തിലൂടെ സ്വയം വിശുദ്ധീകരിക്കാൻ, തന്നെ വിശുദ്ധീകരിക്കാൻ
അങ്ങനെ ആശ്രമ പ്രസ്ഥാനത്തിലൂടെ സഭയെ മുഴുവൻ വിശുദ്ധീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. 1912 മലങ്കര സഭ മെത്രാൻ കക്ഷിയും ബാവകക്ഷിയുമായി രണ്ടായിട്ട് പിരിയുകയും സഭയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്തത് നമ്മൾ മനസ്സിലാക്കി. ഈ പ്രതിസന്ധിയിൽ ഏറ്റവും വേദനയോടുകൂടി മനോവിഷമത്തോടുകൂടി ജീവിച്ച വ്യക്തിയായിരുന്നു P.T. ഗീവർഗീസ്. ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം 1913 സെറാംപൂരിലേക്ക് പോകുന്നത്. സെറാംപൂരിലെ അദ്ദേഹത്തിൻ്റെ ആഴപ്പെട്ട ആത്മീയ ചിന്തയിൽ സന്യാസ പ്രസ്ഥാനം ആരംഭിക്കാൻ 1919 അദ്ദേഹം മുണ്ടമ്മലയിൽ വന്ന് ആശ്രമം ആരംഭിച്ചു. 1923 വട്ടിപ്പണക്കേസ് ബാവാകക്ഷിക്ക് അനുകൂലമായിട്ട് വിധിക്കുകയാണ്. ബാവാകക്ഷിക്ക് അനുകൂലമായി വിധിക്കുന്നതോടുകൂടി വട്ടിപ്പണത്തിൻ്റെ പലിശ കിട്ടുക എന്ന് മാത്രമല്ല, വട്ടിപ്പണക്കേസ് ആർക്ക് അനുകൂലമായി വിധിക്കപ്പെടുന്നു അവരാണ് ഔദ്യോഗിക സഭ. അപ്പോൾ 1923 വട്ടിപ്പണക്കേസ് ബാവാകക്ഷിക്ക് അനുകൂലമായി വിധിക്കപ്പെട്ടതോടുകൂടി മെത്രാൻ കക്ഷിക്ക് തോൽവി സംഭവിക്കുകയും ഔദ്യോഗിക സഭ എന്ന സ്ഥാനം നഷ്ടപ്പെടുകയും വട്ടിപ്പണത്തിന് പലിശ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ പ്രതിസന്ധിയിൽ അന്ത്യോക്യൻ സഭയുമായും ഒരു അന്ത്യജ്ഞനം ഉണ്ടാകണമെന്ന് വട്ടശ്ശേരിൽ മാർ ദിവന്യാസ്യോസ് പിതാവ് ആഗ്രഹിക്കുകയാണ്. അല്ല എങ്കിൽ മാതൃസഭയുമായി പുനരൈക്യം സാധ്യമാകണം. അതിന് അദ്ദേഹം ആഗ്രഹിച്ചു. ഒന്നുകിൽ അന്ത്യോക്യൻ സഭയുമായി ഐക്യപ്പെടുക, അല്ല എങ്കിൽ മാതൃസഭയുമായി കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെടുക. ഈ രണ്ട് സാധ്യത അദ്ദേഹത്തിന് മുൻപിൽ തെളിയുകയുണ്ടായി. 1923 ശേഷം അദ്ദേഹം അന്ത്യോക്യയിലേക്ക് പോവുകയും അന്ത്യോക്യയിലെ കത്തോലിക്ക പാത്രിയർക്കീസ് റഹ്മാനിയെ അദ്ദേഹം കാണുകയും അന്ത്യോക്യയിലെ യാക്കോബായ പേട്രിയാർക്കായ അബ്ദുള്ളയെ സന്ദർശിച്ച് തൻ്റെ മുടക്ക് അഴിക്കുന്നതിനും അനുരഞ്ജനം സാധ്യമാകുന്നതിനും പരിശ്രമങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ താൻ ഉദ്ദേശിച്ച പോലെയുള്ള അനുരഞ്ജനമൊന്നും അന്ത്യോക്യൻ പാത്രിയർക്കീസിൽ നിന്ന് ലഭിക്കുകയുണ്ടായില്ല. അന്ത്യോക്യയിലേക്കുള്ള യാത്രയിൽ കത്തോലിക്ക സഭയുമായുള്ള കൂട്ടായ്മയ്ക്കുള്ള സാധ്യത റഹ്മാനി പാത്രിയർക്കീസുമായി ചർച്ച ചെയ്യുകയും തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ആലോചിക്കുകയുമുണ്ടായി. കേസിൽ തോറ്റതിന് ശേഷം ഹയർ കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെടാൻ ആലോചന നടത്തുകയും ചെയ്തു. റഹ്മാനി പാത്രിയർക്കീസ് പട്ടിശ്ശേരിൽ മാർ ദിവന്യാസ്യോസ് പിതാവ് നേരിട്ട് കത്തെഴുതുകയുണ്ടായി. അതിന് മറുപടിയായി പുനരൈക്യപ്പെടുവാനുള്ള സാധ്യത ആലോചിക്കാമെന്നും മറ്റു പിതാക്കന്മാരുമായും എല്ലാവരുമായും ആലോചിച്ച് അവർ താല്പര്യപ്പെടുന്ന പ്രകാരം അങ്ങനെ ഒരു കാര്യത്തിന് മുൻപോട്ട് നീങ്ങാമെന്നും അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. 1925 P.T. ഗീവർഗീസിനെ ബഥനി ആശ്രമത്തിൻ്റെ മെത്രാനായിട്ട് വഴിക്കുകയായി. നിരണത്ത് വെച്ച് നടന്ന മെത്രാഭിഷേകത്തിൽ P.T. ഗീവർഗീസ് എന്ന വൈദികൻ ഗീവർഗീസ് മാർ ഇവാനിയോസ് എന്ന പേരിൽ മെത്രാനായി വാഴിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ മറുപടി പ്രസംഗത്തിൽ ഐക്യത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന് വലിയ ദാഹം നാം കാണുന്നുണ്ട്. സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചർച്ചാ വിഷയം ഐക്യവും സുവിശേഷ പ്രഘോഷണവും എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു. അദ്ദേഹം ഐക്യത്തിനു വേണ്ടി ഏറെ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. താനായിരിക്കുന്ന സഭയിലെ പ്രതിസന്ധി, ദ്വന്ദ്വയുദ്ധങ്ങൾ, വ്യവഹാരങ്ങൾ അത് അവസാനിപ്പിക്കണം, അതിന് ഐക്യം ആവശ്യമാണ്. അദ്ദേഹം ഇപ്രകാരം കത്തോലിക്ക ബാബയൊക്കെ ആയിരിക്കുന്ന ആ വേദിയിൽ പറയുകയാണ്, നമ്മളെല്ലാവരുമായിട്ടും ഐക്യപ്പെടണം. കത്തോലിക്ക സഭയുമായും മർത്തോമാ സഭയുമായും യാക്കോബായ സഭയുമായും എല്ലാ സഭകളുമായി ഐക്യപ്പെടണം. യേശുവിൻ്റെ ശരീരം മുറിക്കപ്പെട്ടിരിക്കുന്നു, ആ മുറിവ് ഉണക്കാൻ നമുക്ക് കഴിയണം. അതിന് ബാവാ തിരുമേനി നേതൃത്വം കൊടുക്കണം എന്ന് അദ്ദേഹം ആ വേദിയിൽ സംസാരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, അദ്ദേഹം സന്യാസത്തിൻ്റെ ആഴം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, മലങ്കര സഭയിലെ എല്ലാ മെത്രാപ്പോലീത്തമാർക്കും നല്ല മെത്രാസന മന്ദിരങ്ങൾ പണിയിച്ചു കൊടുക്കണം. എന്നാൽ ബഥനി മെത്രാൻ ബഥനി ആശ്രമത്തിൻ്റെ കുടിലിൽ താമസിക്കും. മറ്റ് മെത്രാന്മാർക്ക് രത്നഖചിതമുള്ള സ്ലീവായും അംശവടിയും കൊടുക്കണം. എന്നാൽ ബഥനി മെത്രാൻ തടി കൊണ്ടുള്ള സ്ലീവായും തടി കൊണ്ടുള്ള അംശവടിയും ഉപയോഗിക്കും. മറ്റ് മെത്രാന്മാർക്ക് നല്ല പാത്രത്തിൽ ആഹാരം കൊടുക്കണം. എന്നാൽ ബഥനി മെത്രാൻ മൺചട്ടിയിൽ ആഹാരം കഴിക്കും. ഒരു താപസ ജീവിതത്തിൻ്റെ ആഴപ്പെട്ട ഭാവമാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് മെത്രാനായാലും ഒരു സന്യസ്തനായി തന്നെ അദ്ദേഹം തുടരും എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാകുക. അതായത് സമ്പത്ത്, അധികാരം, പ്രശസ്തി, അംഗീകാരം ഇതൊന്നും
അദ്ദേഹത്തെ സ്പർശിച്ചിരുന്നില്ല. അതിനൊക്കെ അതീതനായിട്ട് എല്ലാം വിട്ടുപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സന്യാസത്തിൻ്റെ അരൂപിയിലേക്ക് അദ്ദേഹം വളർന്നിരുന്നു. 1925 അദ്ദേഹം മെത്രാനായി. 1925 സെപ്റ്റംബർ 8 സന്യാസിനി സമൂഹം തിരുമൂലപുരത്ത് അദ്ദേഹം ആരംഭിച്ചു. അങ്ങനെ ബഥനി സന്യാസികളും ബഥനി സന്യാസിനികളും അടങ്ങുന്ന 2 ആശ്രമ പ്രസ്ഥാനം അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. വട്ടശ്ശേരിൽ മാർ ദിവനിയാസോസ് പിതാവ് അന്ത്യോക്യയിൽ പോയി റഹ്മാനി പാത്രിയർക്കീസിനെയും അന്ത്യോക്യൻ യാക്കോബായ പാത്രിയർക്കീസിനെയും കണ്ട് നാട്ടിൽ വന്നതിന് ശേഷം കത്തോലിക്ക സഭയുമായി ഐക്യപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ച് ആരായുകയുണ്ടായി. 1926 പരിമലയിൽ കൂടിയ സൂനോദോസിൽ വെച്ച് കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെടാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് അതിൻ്റെ ഉത്തരവാദിത്വം ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാനെ സൂനോദോസ് ഏൽപ്പിക്കുകയാണ്. കത്തോലിക്ക ബാവായും മാർ ഇവാനിയോസ് പിതാവും ചേർന്ന് എഴുതിയ കത്ത് റോമിലേക്ക് അയക്കുകയുണ്ടായി. ആദ്യം അന്ത്യോക്യൻ കത്തോലിക്ക പേട്രിയാർക്ക് റഹ്മാനിയുമായും പിന്നീട് കേരളത്തിലെ മറ്റ് കത്തോലിക്ക മെത്രാന്മാരുടെ നിർദ്ദേശപ്രകാരം റോമിലെ മാർപ്പാപ്പായുമായും നേരിട്ട് കത്തിടപാടുകൾ അദ്ദേഹം നടത്തുകയുണ്ടായി. 1929 ആയപ്പോഴേക്കും പുനരൈക്യത്തിന് അനുകൂലമായ മറുപടിയാണ് റോമിൽ നിന്നും ലഭിച്ചത്. റോമിലേക്ക് പുനരൈക്യത്തിനായിട്ട് എഴുതുമ്പോൾ അന്ത്യോക്യൻ സഭയിൽ ആയിരിക്കുന്ന അതേ ആരാധനാക്രമം, അന്ത്യോക്യൻ സഭയുടെ എല്ലാ പാരമ്പര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ആധ്യാത്മികതയും അതുപോലെ തന്നെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ മെത്രാന്മാരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ മെത്രാൻ സ്ഥാനത്തോടുകൂടി കത്തോലിക്ക സഭയുടെ ഭാഗമാകുന്നതിന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുവേണ്ടിയുള്ള എഴുത്തുകുത്തുകളൊക്കെ നടത്തി അവസാനം റോം അതിന് ഏതാണ്ട് പച്ചക്കൊടി കാണിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ ഈ അവസരത്തിൽ മറ്റൊരു പ്രതിസന്ധി ശക്തമാവുകയാണ്. 1928 വട്ടിപ്പണക്കേസിൻ്റെ അവസാനത്തെ വിധി വരികയാണ്. വട്ടിപ്പണക്കേസിൻ്റെ അവസാനത്തെ വിധി മെത്രാൻ കക്ഷിക്ക് അനുകൂലമായി, വട്ടശ്ശേരി തിരുമേനിക്ക് അനുകൂലമായി വിധി വന്നു. പുനരൈക്യത്തെക്കുറിച്ച് ആലോചിച്ച ആ സഭാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വട്ടിപ്പണക്കേസിൻ്റെ വിജയത്തോടുകൂടി സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടായി. അതുമാത്രമല്ല, ഔദ്യോഗിക സഭ തങ്ങളാണെന്നുള്ള വലിയ ബോധ്യവും ശക്തിയും അവർക്ക് ലഭിച്ചു. പുനരൈക്യമെന്നത് ഒരു താൽക്കാലിക ആവശ്യമെന്ന നിലയിൽ ഐക്യത്തിനു വേണ്ടി പരിശ്രമം നടത്തി എന്നതിലപ്പുറം അതിനപ്പുറത്തേക്ക് അതിന് വേണ്ടത്ര ആഴം ഉണ്ടായിരുന്നില്ല. വട്ടിപ്പണക്കേസ് ജയിച്ച് ഔദ്യോഗിക സഭയിൽ നിന്നുള്ള ആ ഒരു അവകാശം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പുനരൈക്യത്തിന് വേണ്ടി ചിന്തിച്ചവരെല്ലാം തന്നെ അതിൽ നിന്ന് പുറകോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ മാർ ഇവാനിയോസ് മെത്രാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുനരൈക്യത്തിന് വേണ്ടി ആഗ്രഹിച്ചത് ഒരാത്മീയമായ ദൈവിക പ്രേരണയുടെ പശ്ചാത്തലത്തിലായിരുന്നു. അദ്ദേഹം കുറേ കൂടെ മുൻപോട്ട് യാത്ര ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വട്ടശ്ശേരി തിരുമേനിയും സഭയിലെ മറ്റ് പിതാക്കന്മാരും ചിന്തിച്ചതിൽ നിന്നും ഉപരിയായി ഐക്യത്തിനു വേണ്ടി വലിയ ദാഹം അദ്ദേഹത്തെ മുൻപോട്ട് നയിച്ചു. ഐക്യത്തിനു വേണ്ടിയുള്ള ദൈവിക പ്രേരണ അദ്ദേഹത്തെ മുൻപോട്ട് ശക്തമായിട്ട് നയിച്ചു. 1912 ആരംഭിച്ച മെത്രാൻ കക്ഷി ബാവാ കക്ഷി വഴക്ക്, അതിൻ്റെ പ്രതിസന്ധി, അന്ത്യോക്യൻ പാത്രിയർക്കീസിൻ്റെ നിരന്തരമായ ഈ സഭയിലെ ഇടപെടൽ, തലയ്ക്ക് മുകളിൽ ഒരു വാൾ തൂങ്ങിക്കിടക്കുന്നു എന്ന നിലയിൽ ഒരിക്കലും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ ഐക്യം മാത്രമാണ് ദൈവികമെന്ന് മാർ ഇവാനിയോസ് പിതാവ് തിരിച്ചറിയുകയാണ്. ഐക്യത്തിലൂടെ മാത്രമേ ഈ സഭ സമാധാനത്തിലേക്ക് കടന്നു വരൂ എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഐക്യത്തിനു വേണ്ടി മുൻപോട്ട് നീങ്ങുകയാണ്. 1929 അദ്ദേഹത്തെ ബഥനി മെത്രാപ്പോലിത്തയായിട്ട് വാഴിക്കുന്നു. സഹായിയായി യാക്കോബ് മാർ തെയോഫിലോസ് മെത്രാനെ വാഴിക്കുകയുണ്ടായി. പുനരൈക്യത്തിന് അനുകൂലമായിട്ട് 1929 റോമിൽ നിന്ന് മറുപടി വന്നപ്പോൾ മെത്രാൻ കക്ഷിയിലെ മറ്റ് പിതാക്കന്മാരെല്ലാം പിൻവാങ്ങി. എന്നാൽ മാർ ഇവാനിയോസ് പിതാവും തെയോഫിലോസ് പിതാവും അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെടാൻ മാർ ഇവാനിയോസ് പിതാവും തെയോഫിലോസ് പിതാവും തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ മറ്റ് പിതാക്കന്മാരെല്ലാം പിൻവാങ്ങിയപ്പോഴും തനിക്ക് പുനരൈക്യപ്പെടാനുള്ള ഈ ആഹ്വാനം ദൈവികമാണ്
എന്ന് 100% ബോധ്യമുണ്ടായിരുന്ന അദ്ദേഹം 1930 ഓഗസ്റ്റ് മാസം 20 മുണ്ടമ്മല ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. മുണ്ടമ്മലയുടെ 400 ഏക്കർ സ്ഥലം ഓർത്തഡോക്സ് സഭയിലെ മെത്രാൻ കക്ഷിയിലെ ട്രസ്റ്റിമാർക്ക് എഴുതി കൊടുത്തിട്ട് ഒന്നുമില്ലാത്തവനായി അദ്ദേഹം മുണ്ടമ്മല ഇറങ്ങുകയാണ്. കൂടെ ഉണ്ടായിരുന്ന 20 ആശ്രമസ്ഥരോടൊപ്പം മുണ്ടമ്മല ഇറങ്ങി. അലക്സിയോസ് എന്ന വൈദികൻ മാത്രം മുണ്ടമ്മല ഇറങ്ങിയില്ല. ബാക്കിയുണ്ടായിരുന്ന ആശ്രമത്തിലെ സഹോദരങ്ങളോടൊപ്പം മുണ്ടമ്മല ഇറങ്ങുകയാണ്. ഒരുപക്ഷെ ആ രാത്രിയുടെ ആഗണി, ആ രാത്രിയുടെ നൊമ്പരം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ആശ്രമത്തിൻ്റെ ചാപ്പലിൽ മുട്ടുകുത്തി രാത്രി പ്രാർത്ഥിക്കുകയാണ്. അതിനൊരു തീർച്ചയുമില്ല നേരം വിളിക്കുമ്പോൾ എത്ര പേര് കൂടെ വരുമെന്ന്. എന്ത് കണ്ടാണ് കൂടെ വരേണ്ടത്? മുണ്ടമ്മല ഇറങ്ങിയാൽ സ്വന്തമായി പള്ളിയില്ല, ജനമില്ല, അധികാരമില്ല, എല്ലാം നഷ്ടപ്പെട്ട് മുണ്ടമ്മല ഇറങ്ങുമ്പോൾ ഇങ്ങേരുടെ കൂടെ പോകാൻ ആർക്കാണ് താല്പര്യം? എത്ര പേർ കൂടെ കാണും? അദ്ദേഹത്തിന് ഒരു ചിന്തയുമില്ല. അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഓരോരുത്തരായിട്ട് രാത്രി 12 മണി വരെയുള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓരോ ആശ്രമസ്ഥരും കടന്നു വന്ന്, പിതാവേ അങ്ങയുടെ കൂടെ ഞാനും വരുന്നുവെന്ന് രാത്രിയുടെ നിമിഷങ്ങളിൽ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു. പ്രഭാതത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് അത് ഊരി അലക്സിയോസ് എന്ന ആ വൈദികനെ ഏൽപ്പിച്ചുകൊണ്ട് മുണ്ടമ്മല പൂർണ്ണമായി ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. 1930 ഓഗസ്റ്റ് 20 ഇവാനിയോസ് പിതാവും ബാക്കി 20 പേരുമായി മുണ്ടമ്മല ഇറങ്ങി. അവർ മുണ്ടമ്മലയിൽ നിന്നും പ്രാർത്ഥനാ പുസ്തകവും വേദപുസ്തകവും അവരുടെ ഡ്രസ്സും മാത്രമെടുത്ത് മുണ്ടമ്മല ഇറങ്ങി വെണ്ണിക്കുളത്ത് വന്ന് ഒരു ഹൈന്ദവ സഹോദരൻ കൊടുത്ത വീട്ടിൽ താമസിച്ചു. അതിനുശേഷം മാർ ഇവാനിയോസ് പിതാവ് തിരുമൂലപുരത്ത് ഇപ്പോൾ ദേവാലയത്തിനോട് അടുത്ത് കാണുന്ന സ്മൃതി മണ്ഡപം, അവിടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ വന്ന് 2 വർഷക്കാലം താമസിച്ചു. അതിനുശേഷം 1930 സെപ്റ്റംബർ മാസം 30 ഗിവറീസ് മാർ ഇവാനിയോസ് പിതാവും യാക്കോബ് മാർ തിയോഫിലോസ് പിതാവും ജോൺ കുഴിനാപ്പുറത്ത് OSC അച്ഛനും അലക്സാണ്ടർ ഷമ്മാശനും കിളിയിലേത്ത് ചാക്കോച്ചനും അടങ്ങുന്ന 5 പേര് സഭയുടെ ഒരു പ്രതിനിധി സംഘം കൊല്ലത്ത് ബെൻസിഗർ പിതാവിൻ്റെ അടുത്ത് ചെന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ടു. അങ്ങനെ മലങ്കര സഭ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. ഈ സംഭവത്തെയാണ് പുനരൈക്യം എന്ന പേരിൽ അറിയപ്പെടുക. പുനരയിക്കപ്പെട്ട കത്തോലിക്കരെയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെന്ന് അറിയപ്പെടുക. അങ്ങനെ പുനരൈക്യത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിത്വമായിരുന്നു ഗീവറിയസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്ത. 1919 മുതൽ 1930 വരെ മുണ്ടന്മലയിൽ മാർ ഇവാനിയോസ് പിതാവിൻ്റെ 3ാമത്തെ കാലഘട്ടമാണത്. ഗീവറീസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്ത മുണ്ടമ്മല ഇറങ്ങി 1930 സെപ്റ്റംബർ 20 കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ചു. മാർ ഇവാനിയോസ് പിതാവ് മുണ്ടമ്മല ഇറങ്ങിയത് എന്തിനാണ്? ഒരു പുതിയ സഭ രൂപീകരിക്കാനാണോ? ഒരു പുതിയ കക്ഷി രൂപീകരിക്കാനാണോ? സത്യത്തിൽ ഇതൊന്നും ആയിരുന്നില്ല അതിൻ്റെ ലക്ഷ്യം. ഐക്യം അഥവാ പുനരൈക്യമെന്ന ദൈവീക ആഹ്വാനത്തിന് അദ്ദേഹം മറുപടി കൊടുക്കുകയായിരുന്നു. ഐക്യത്തിനു വേണ്ടിയുള്ള വലിയ ദാഹം, അതിലൂടെ ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാനുള്ള വലിയ ദാഹം, അതൊരു ദൈവിക പ്രേരണയായി ശക്തിപ്പെട്ടപ്പോൾ മറ്റെല്ലാ പ്രതിസന്ധികളെയും അവഗണിക്കുന്നതിന്, ദൈവിക ആഹ്വാനത്തിന് മാത്രം ചെവി കൊടുക്കുന്നതിന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് 1930 സെപ്റ്റംബർ 20 നടന്നത് പുനരൈക്യമെന്ന ദൈവിക ആഹ്വാനത്തിന് അദ്ദേഹം പ്രത്യുത്തരം നൽകുകയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഒരു പിൻവാങ്ങലിൻ്റെ ആത്മീയത ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും കാണാം നമ്മൾ പറയുകയുണ്ടായി. കോട്ടയം വിട്ടുപേക്ഷിച്ച് അദ്ദേഹം സറാംപൂരിലേക്ക് പോകുന്നു. സറാംപൂരിൻ്റെ എല്ലാ ഔന്നത്യങ്ങളുടെയും നടുവിൽ അതെല്ലാം വിട്ടുപേക്ഷിച്ച് ഒരു മുനിയായി, താപസനായി, കാഷായ വസ്ത്രം ധരിച്ച് മൺചട്ടിയെടുത്ത് അദ്ദേഹം ഒരു സന്യാസിയായി വനത്തിനുള്ളിൽ കുടില് കെട്ടി സന്യാസ പ്രസ്ഥാനം ആരംഭിക്കുന്നു. അദ്ദേഹം 11 വർഷക്കാലം പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി 2 സന്യാസ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ സന്യാസ ശ്രേഷ്ഠനായി, ആശ്രമശ്രേഷ്ഠനായി, മെത്രാനായി, മെത്രാപ്പോലീത്തയായി സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മുണ്ടമ്മലയുടെ 400 ഏക്കർ സ്ഥലം
അതിൻ്റെ ട്രസ്റ്റ് മാർക്ക് എഴുതിക്കൊടുത്ത് ഒന്നുമില്ലാത്തവനായി മുണ്ടമ്മല അദ്ദേഹം ഇറങ്ങുകയാണ്. മുണ്ടമ്മല വിട്ടുപേക്ഷിക്കാനുള്ള ആ പിൻവാങ്ങലിൻ്റെ ആത്മീയത. പ്രിയ സഹോദരങ്ങളെ, ഇവാനിയോസ് പിതാവിന് വേണമെങ്കിൽ മുണ്ടന്മലയിൽ തന്നെ ഇരുന്ന് വിശുദ്ധനാകാമായിരുന്നു. ഒരുപക്ഷേ മുണ്ടന്മലയിൽ തന്നെ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് എളുപ്പം, സൗകര്യം. ആ സന്യാസ പ്രസ്ഥാനത്തിൻ്റെ ആ മഹത്വത്തിൽ അദ്ദേഹത്തിന് അവിടെ തന്നെ ഇരുന്ന് സമാധി അടയാമായിരുന്നു. പക്ഷേ ഇന്ത്യൻ സന്യാസവും ക്രിസ്തീയ ശിഷ്യത്വവും വളരെ വ്യത്യാസമാണ്. നമുക്കറിയാം, ഇന്ത്യൻ സന്യാസിമാർ സന്യാസത്തിൽ വളർന്ന്, അവർ താപസ ജീവിതത്തിൽ വളർന്ന്, അവരുടെ ആത്മീയ ഉത്കർഷത്തിനായി അവർ സ്വയം സമർപ്പിക്കും. അവരൊരിക്കലും ആശ്രമം വിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുകയില്ല. ഒരുപക്ഷെ ലക്ഷക്കണക്കിനുള്ള ഇന്ത്യൻ സന്യാസിമാർ അവിടെ ആശ്രമം വിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ സമൂഹത്തിന് എന്തുമാത്രം വളർച്ചയുണ്ടാകുമായിരുന്നു. എന്നാൽ ഇവാനിയോസ് പിതാവ് മുണ്ടമ്മൽ ഇറങ്ങാനാണ് ആഗ്രഹിച്ചത്. യേശു താബോർ മല ഇറങ്ങാൻ ആഗ്രഹിച്ചതുപോലെ പത്രോസ് പറഞ്ഞു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. യേശു പറയുകയാണ്, താബോർ മല ഇറങ്ങണം. മലയിറങ്ങുന്നത് കുരിശുമരണത്തിലേക്കാണ് എന്ന് യേശുവിന് ബോധ്യമുണ്ടായിരുന്നു. ഇവാനിയോസ് പിതാവ് മുണ്ടമ്മല ഇറങ്ങുന്നത് സഹനങ്ങളിലേക്കാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. ഒരു ജനത്തിൻ്റെ കരച്ചിൽ അദ്ദേഹം കേൾക്കുകയാണ്. ഫലം പുറപ്പെടുവിക്കാത്ത ഒരു ജനതയുടെ കരച്ചിൽ. ഒരു സമൂഹം മുഴുവൻ, അവർക്ക് നല്ല ആരാധനക്രമമുണ്ട്, നോമ്പുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ടായിരുന്നിട്ടും അവർക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല. ദ്വന്ദ്വയുദ്ധങ്ങളും കക്ഷിവഴക്കുകളും വ്യവഹാരങ്ങളും കൊലപാതകങ്ങളും അതിൻ്റെ മാനസിക അസ്വസ്ഥതയിൽ നട്ടം തിരിയുന്ന ഒരു ജനസമൂഹം. ആ ജനസമൂഹത്തിന് മുമ്പിൽ മോശയെ പോലെ മുമ്പിൽ നിന്ന് നേതൃത്വം നൽകുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രതിസന്ധിയിലും ഒരു ജനത്തിന് മുൻപേ നിന്ന് നയിക്കാൻ അദ്ദേഹം മുൻപേ നീങ്ങുകയാണ്. മാനുഷികമായി പറഞ്ഞാൽ മുണ്ടമ്മല ഇറങ്ങുക ആത്മഹത്യാപരമാണ്, അന്ധകാരത്തിലേക്കുള്ള എടുത്തിയാട്ടമാണ്. എന്നാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു, മുണ്ടമ്മല ഇറങ്ങുന്നത് അദ്ദേഹം ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് ഇറങ്ങുന്നത്. സന്യാസത്തിൽ സ്ഫുടം ചെയ്തൊരു ആത്മീയത അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ട് മുണ്ടമ്മല ഇറങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചു. മുണ്ടമ്മലയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന എല്ലാത്തിനെയും വിട്ടുപേക്ഷിക്കാൻ, എല്ലാ ഭൗതികതയും വിട്ടുപേക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സമ്പത്ത്, അധികാരം, പ്രശസ്തി എല്ലാറ്റിനെയും വിട്ടുപേക്ഷിക്കാൻ മുണ്ടമ്മല ഇറങ്ങുന്നതോടെ അദ്ദേഹത്തിന് സാധിച്ചു. സന്യാസത്തിൽ സ്ഫുടം ചെയ്തൊരു ആത്മീയത ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധ്യമായത്. നമുക്കറിയാം, പുനരൈക്യം എന്നത് ഇവാനിയോസ് പിതാവിൻ്റെ മാത്രം ഒരു ചിന്തയായിരുന്നു എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. അത് ചരിത്രം അറിയുന്ന എല്ലാവരും നിഷേധിക്കുന്നൊരു കാര്യമാണ്. 1665 മാർ ഗ്രിഗോറിയോസ് യാക്കോബായി മെത്രാൻ ഇവിടെ വന്ന് 1-ാം മാർത്തോമായ്ക്ക് പട്ടം കൊടുത്ത് യാക്കോബായ സഭയുടെ ഭാഗമാക്കുന്ന കാലഘട്ടം മുതൽ പുനരൈക്യ ശ്രമങ്ങൾ നടന്നു. 1-ാം മാർത്തോമായും 4-ാം മാർത്തോമായും 5-ാം മാർത്തോമായും പുനരൈക്യത്തിനു വേണ്ടി ഏറെ ശ്രമങ്ങൾ നടത്തുകയും റോമിലേക്ക് കത്തെഴുതുകയും അതിൻ്റെ കോപ്പികൾ നമുക്ക് ഇന്ന് അവൈലബിളാണ്. പുനരൈക്യത്തിന് വേണ്ടി അവർ എടുത്ത ത്യാഗം. പക്ഷെ അതൊന്നും ഫലവത്തായില്ല. 6-ാം മാർത്തോമ, 1-ാം മാർ ദിവന്യാസിയോസ് പുനരൈക്യപ്പെട്ട് ആലപ്പുഴ തത്തമ്പള്ളിയിൽ താമസിച്ച ആളാണ്. അദ്ദേഹം 6 മാസം കഴിഞ്ഞപ്പോൾ മിഷണറിമാർ അധികാരം കൈമാറാത്തതിന് പേരിൽ തിരികെ പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമുള്ള പുത്തൻകൂർ സമുദായത്തിലെ പല പിതാക്കന്മാരും, വെട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് പിതാവ് വരെയുള്ള പല പിതാക്കന്മാരും പുനരൈക്യപ്പെടാൻ താല്പര്യപ്പെടുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതാണ്. എന്നാൽ അതൊന്നും ഫലവത്തായില്ല എന്നതാണ് സത്യം. മിഷണറിമാരുടെ തെറ്റായ സമീപനം ഒരുപക്ഷേ പുനരൈക്യത്തിന് വേണ്ടത്ര രീതിയിൽ റോം അംഗീകാരം നൽകാത്തതിൻ്റെ പേരിൽ പുനരൈക്യം പലപ്പോഴും സാധ്യമായിരുന്നില്ല. 1930 സെപ്റ്റംബർ 20 മാർ ഇവാനിയോസ് പിതാവിലൂടെ പുനരൈക്യം സാധ്യമായി. അദ്ദേഹത്തിനത് കഴിഞ്ഞത് സന്യാസത്തിൽ സ്ഫുടം ചെയ്ത ഒരു ആത്മീയത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലരും പുനരൈക്യമാകുന്ന ഓട്ടം പൂർത്തിയാക്കാനായി ഇറങ്ങിത്തിരിച്ചു. എന്നാൽ ഇവാനിയോസ് പിതാവ് ഒഴികെയുള്ള മറ്റെല്ലാവരും അവസാന റൗണ്ട് പൂർത്തിയാകുന്നതിന് മുൻപ് കതച്ച് നിന്നുപോയി. എന്നാൽ മാർ ഇവാനിയോസ് പിതാവ് അവസാന റൗണ്ടും ഓടി പൂർത്തീകരിച്ചു എന്നുള്ളതാണ് സത്യം. അതിന് അദ്ദേഹത്തിന് സാധിച്ചത് സന്യാസത്തിൽ സ്ഫുടം ചെയ്തൊരു ആത്മീയത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എല്ലാം വിട്ടുപേക്ഷിക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിന്
സന്യാസത്തിലൂടെ ലഭിച്ചതുകൊണ്ടാണ് പുനരൈക്യമെന്ന യാഥാർത്ഥ്യം പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇവാനിയോസ് പിതാവ് മുണ്ടമ്മല ഇറങ്ങിയത് എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ ആണെന്ന് അല്പമെങ്കിലും അതിനൊരു തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതം ചോദ്യം ചെയ്യപ്പെടും, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവാനിയോസ് പിതാവ് മുണ്ടമ്മല ഇറങ്ങിയത് സാമ്പത്തിക ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ സത്യത്തിൻ്റെ അംശമേ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 1913 മുതൽ 19 വരെ മാസം 10 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചിരുന്ന വൈദികൻ അദ്ദേഹത്തിന് വളരെ സന്തോഷമായിട്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാമായിരുന്നു. ആ 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഭദ്രത അദ്ദേഹത്തിന് കഴിയാമായിരുന്നു. ആ സമ്പത്തെല്ലാം വേണ്ടെന്ന് വെച്ച് സെറാംപൂർ വിട്ടുപേക്ഷിച്ചപ്പോൾ സമ്പത്തിനോടുള്ള ആസക്തി അദ്ദേഹത്തിന് കുറഞ്ഞു. സമ്പത്ത് അദ്ദേഹത്തിന് പ്രശ്നമേ ആയിരുന്നെങ്കിൽ ഒരിക്കലും സെറാംപൂർ ഉപേക്ഷിക്കുമായിരുന്നില്ല. സെറാംപൂർ ഉപേക്ഷിച്ച് ഒരു സന്യാസിയായി മുണ്ടമ്മല കയറിയപ്പോൾ അദ്ദേഹത്തിന് സമ്പത്തൊരു വിഷയമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. വീണ്ടും മുണ്ടമ്മല എന്ന 400 ഏക്കർ സ്ഥലം ട്രസ്റ്റിമാർക്ക് എഴുതിക്കൊടുത്ത് ഒന്നുമില്ലാതെ മുണ്ടമ്മല ഇറങ്ങിയപ്പോൾ ഒന്നും കയ്യിലോട്ട് ലഭിക്കാതാണ് അദ്ദേഹം മുണ്ടമ്മല ഇറങ്ങുന്നത്. കത്തോലിക്കാ സഭയിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് യാതൊരു തീർച്ചയും അദ്ദേഹത്തിനില്ല. മുണ്ടമ്മല ഇറങ്ങി 2 വർഷക്കാലം തിരുമൂലപുരത്ത് പോയിരുന്ന് കരഞ്ഞു. ഹൗസ് ഓഫ് ടീയേഴ്സ്, വിലാപത്തിൻ്റെ ഭവനം. പള്ളിയില്ല, ജനമില്ല, സ്ഥലമില്ല. മുണ്ടമ്മല ഇറങ്ങിയാൽ ഒന്നും കയ്യിലില്ല എന്ന് 100% ബോധ്യത്തിലാണ് മുണ്ടമ്മല ഇറങ്ങുക. അപ്പോൾ സമ്പത്തിന് വേണ്ടിയാണ് മുണ്ടമ്മല ഇറങ്ങിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് ഒരംശം പോലും യുക്തിയില്ല എന്ന് ഏവർക്കും മനസ്സിലാവും. മുണ്ടമ്മല ഇറങ്ങിയ ഉടനെ അതിന് വലിയൊരു സാമ്പത്തിക ലാഭം ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കത് വ്യാഖ്യാനിക്കാമായിരുന്നു. മുണ്ടമ്മല ഇറങ്ങി 2 വർഷം ഒന്നുമില്ലാത്തവനായി തിരുമൂലപുരത്ത് അദ്ദേഹം കഴിഞ്ഞു. അവിടെ നിന്ന് സഭയുടെ ഹൈറാർക്കി രൂപീകരിക്കപ്പെട്ടപ്പോൾ 1932 അദ്ദേഹം തിരുവനന്തപുരത്തിന് പോകുമ്പോൾ അവിടെയും പോയി താമസിച്ചത് വാടക വീട്ടിലാണെന്ന് നാം ഓർക്കണം. അപ്പോൾ സമ്പത്തിന് വേണ്ടിയല്ല മുണ്ടമ്മല ഇറങ്ങിയത്. 2, അധികാരത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയുമാണ് മുണ്ടമ്മല ഇറങ്ങിയതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിലും സത്യത്തിൻ്റെ ഒരു കണിക പോലുമില്ല. ഇവാനിയോസ് പിതാവ് മുണ്ടമ്മല ഇറങ്ങി കത്തോലിക്കാ സഭയിലെ സീറോ മലബാർ സഭയിൽ ചങ്ങനാശ്ശേരിയിലോ എറണാകുളത്തോ മറ്റു രൂപതയിലോ തൃശ്ശൂരോ നേരിട്ട് പോയി മെത്രാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ അധികാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറയാം. വട്ടശ്ശേരി തിരുമേനി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിത്വം, വിദ്യാഭ്യാസം കൊണ്ടും ആത്മീയത കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. ഒരുപക്ഷെ 1934 ശേഷം വട്ടശ്ശേരി തിരുമേനിക്ക് കാലശേഷം അടുത്ത മലങ്കര മെത്രാപ്പോലീത്തായും കാതോലിക്കായുമാകാൻ ഏക സാധ്യതയുണ്ടായിരുന്ന വ്യക്തിത്വം. അതെല്ലാം വിട്ടുപേക്ഷിച്ചാണ് അദ്ദേഹം മുണ്ടമ്മല ഇറങ്ങുന്നത്. മുണ്ടമ്മല ഇറങ്ങി അദ്ദേഹത്തിന് ഒരു സഭയിലും ഒരു അംഗീകാരവും കിട്ടിയില്ല. പ്രശസ്തിക്ക് വേണ്ടി ആയിരുന്നില്ല അദ്ദേഹം മുണ്ടമ്മല ഇറങ്ങിയത്, അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല. മുണ്ടമ്മല ഇറങ്ങിയപ്പോൾ ഉള്ള അധികാരവും നഷ്ടപ്പെട്ട് 1 സെന്റ് സ്ഥലമില്ല, പള്ളിയില്ല, ജനമില്ല. 2 വർഷക്കാലം ഒന്നുമില്ലാത്തവനായി തിരുമൂലപുരത്ത് കരച്ചെല്ല് ഭവനത്തിൽ താമസിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്ത് വാടക വീട്ടിൽ താമസിച്ചു. അതിനുശേഷം വളരെ ക്രമേണയായിട്ടാണ് പുനരൈക്യത്തിൻ്റെ ആ വളർച്ചയുണ്ടാകുന്നതും എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ കത്തോലിക്ക മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന ആ ഒരു ലേബലിൽ വളരെ സാവകാശമാണ് രൂപപ്പെട്ടു വരുന്നതല്ല. അപ്പോൾ ഇവാനിയോസ് പിതാവ് മുണ്ടമ്മല ഇറങ്ങിയത് സമ്പത്തിന് വേണ്ടിയായിരുന്നു, അധികാരത്തിന് വേണ്ടിയായിരുന്നു, പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നു ഒക്കെ പറയുന്നത് അതിൻ്റെ അകത്ത് സത്യത്തിൻ്റെ ഒരംശം പോലുമില്ല. ദൈവത്തിൻ്റെ ഒരു ആഹ്വാനം, അതിന് അദ്ദേഹം ചെവി കൊടുത്തു, കാതുകൊടുത്തു. അദ്ദേഹം എഴുതുന്നുണ്ട്, പുനരൈക്യം എന്നത് വേദനാജനകമാണ്. എൻ്റെ ഗുരുഭൂതനായ വട്ടശ്ശേരി പിതാവിനെയും എൻ്റെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഉപേക്ഷിച്ച് പുനരൈക്യപ്പെടുക എന്നുള്ള ഹൃദയഭേദകമാണ്. എങ്കിലും ദൈവത്തിൻ്റെ വിളിയെ ഞാൻ അംഗീകരിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. അദ്ദേഹം ഗിരിദീപത്തിൽ എഴുതുന്നതാണത്. എല്ലാറ്റിനെയും വിട്ടുപേക്ഷിക്കാൻ, ദൈവികാഹ്വാനത്തെ മുറുകെ പിടിക്കാൻ അദ്ദേഹം കാണിച്ച ആർജവത്വം. 4-ാം മാർ ഇവാനിയോസ് 1930 മുതൽ 1953 വരെ. മുണ്ടമ്മല ഇറങ്ങിയ ദേവദാസൻ മാർ ഇവാനിയോസ് 1932 വരെ തിരുമൂലപുരത്ത് താമസിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം യാത്രയായി. അവിടെ വാടക വീട്ടിൽ അദ്ദേഹം താമസിച്ചുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഹൈരാർക്കിക്ക് അടിസ്ഥാനമിട്ടു. 1932 ജൂൺ മാസം 11-ാം തീയതി
തിരുവനന്തപുരം അതിരൂപത എനിക്ക് അംഗീകാരമായി. അതുപോലെ തിരുവല്ല രൂപതയ്ക്കും. തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ട് അദ്ദേഹം തെക്കോട്ട് മിഷൻ പ്രവർത്തനം നടത്തുകയുണ്ടായി. ആയൂർക്ക് തെക്ക് ഒരുപക്ഷേ പുത്തൻകൂറ്റുകാർ ആരുമുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അവിടേക്കാണ് അദ്ദേഹം തൻ്റെ ആസ്ഥാനം സ്ഥാപിച്ചത്. തിരുവനന്തപുരത്തിന് തെക്ക് വലിയ മിഷൻ സാധ്യത കണ്ടുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തിന് തെക്കോട്ട് മിഷൻ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. കുഴിഞ്ഞാലിലച്ചൻ എന്ന യുവ വൈദികനിലൂടെ, മദർ മേരി എന്ന ഒരു സഹോദരിയിലൂടെ 1938 മേരി മക്കൾ സന്യാസിനി സമൂഹം കുഴിഞ്ഞാലിലച്ചൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചുകൊണ്ട് മാർത്താണ്ഡം ഭാഗത്ത് വലിയ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്തീയ സഭയിലേക്ക് കടന്നു വന്നു. മധ്യ ആശ്രമസ്ഥരുടെയും മറ്റൽമാരുടെയും നേതൃത്വത്തിൽ പുനരൈക്യ ശുശ്രൂഷകൾ ആരംഭിച്ചു. അങ്ങനെ ദേവദാസൻ മാർ യോവാനിയോസ് പിതാവ് ആരംഭിച്ച പുനരൈക്യം ഓരോ ദിവസവും ദൈവാത്മാവിൻ്റെ നടത്തിപ്പിനാൽ വളർന്ന് പന്തലിച്ചു. പുനരൈക്യം 1930 കൊണ്ട് അവസാനിച്ചില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ നിരന്തരം ഉണ്ട് എന്ന് ബോധ്യം നൽകുന്ന അനുഭവങ്ങളായിരുന്നു തുടർന്നും. പുനരൈക്യത്തിനെതിരെ നിർണം ഭാഗത്ത് നിർണം കേന്ദ്രമാക്കി വളരെ ശക്തമായി പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു ജോസഫ് മാർ സേവേറിയോസ് മെത്രാപ്പൊലീത്തായുടെ. എന്നാൽ പുനരൈക്യത്തിനെതിരെയും മാർ യോവാനിയോസ് പിതാവിനെതിരെയും ശക്തമായി പ്രവർത്തിച്ച ജോസഫ് മാർ സേവേറിയോസ് നിർണം ഭദ്രാസനത്തിൻ്റെ അധിപൻ 1937 യോവാനിയോസ് പിതാവിൻ്റെ അടുക്കൽ വന്ന് പുനരൈക്യപ്പെട്ട് തിരുവല്ല രൂപതയുടെ മെത്രാനാവുകയാണ്. നിർണമാകുന്ന വലിയ രൂപത, ആയിരക്കണക്കിന് ആളുകളുള്ള, നൂറുകണക്കിന് ഇടവുകളുള്ള വലിയ രൂപത വിട്ട് ഒന്നുമില്ലാത്ത വളരെ കുറച്ച് ഇടവുകളും ആളുകളും മാത്രമുള്ള തിരുവല്ല രൂപതയിലേക്ക് 1937 സേവേറിയോസ് പിതാവ് പുനരൈക്യപ്പെട്ടത് എന്ത് കണ്ടിട്ടാ? കോളേജ് കണ്ടിട്ടോ, കത്തീഡ്രൽ കണ്ടിട്ടോ, സ്ഥലം കണ്ടിട്ടോ, ജനത്തെ കണ്ടിട്ടോ? ദൈവാത്മാവിൻ്റെ ഇടപെടലിൽ എല്ലാം വിട്ടുപേക്ഷിച്ച് ഈ പുനരൈക്യമെന്ന ഈ ശിശുവിനെ അദ്ദേഹം പുലുകുകയായിരുന്നു. അതിനുശേഷം 1939 ക്നാനായ സഭയുടെ തലവൻ ദിയസ്കോറോസ് പിതാവ് ആ സഭ വിട്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെടുകയും തിരുമൂലപുരത്ത് അദ്ദേഹം കടന്നു വന്ന് അവിടെ കബറടക്കപ്പെടുകയും ചെയ്തു. 1977 തോഴിയൂർ സഭയുടെ തലവൻ പൗലോസ് മാർ പീലക്സിനോസ് പിതാവ് പുനരൈക്യപ്പെട്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഭാഗമായി തിരുവല്ല കത്തീഡ്രലിൽ കബറടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ 1930 കൊണ്ട് പുനരൈക്യം അവസാനിച്ചില്ല. പുനരൈക്യത്തിൻ്റെ അലയടികൾ തുടർന്നും സംഭവിച്ചുകൊണ്ടിരുന്നു. മാർ യോവാനിയോസ് പിതാവ് മുണ്ടമ്മല ഇറങ്ങിയപ്പോൾ 400 ഏക്കർ സ്ഥലം അദ്ദേഹം ട്രസ്റ്റിമാർക്ക് എഴുതി കൊടുത്തപ്പോൾ അബ്രഹാമിന് വാഴ്വ് കൊടുത്തതുപോലാണ്. നിനക്ക് ഞാൻ ജനത്തെ തരും, നിനക്ക് ഞാൻ ദേശം തരും, നീ ഒരു അനുഗ്രഹമായിരിക്കും. 400 ഏക്കർ സ്ഥലം താനായിരിക്കുന്ന സഭയിലെ ട്രസ്റ്റിമാർക്ക് എഴുതി കൊടുത്ത് ഒന്നുമില്ലാത്തവനെ മുണ്ടമ്മല ഇറങ്ങിയപ്പോൾ ഇന്ന് സൗത്ത് അമേരിക്ക ഒഴികെയുള്ള ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ദൈവം നമുക്ക് സ്ഥലം തന്നു. നിനക്ക് ഞാൻ ദേശം തരും, നിനക്ക് ഞാൻ ജനത്തെ തരും. ഈ ചെറിയ സമൂഹമാണെങ്കിലും 5 ലക്ഷത്തിലധികമുള്ള ഒരു ചെറിയ സമൂഹം ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരു വൈബ്രൻറ്റ് കമ്മ്യൂണിറ്റിയായിട്ട് ഇന്നും നിലനിൽക്കുന്നു. അതിവേഗം വളരുന്ന സഭയെന്ന് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഈ സഭയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ നിനക്ക് ഞാൻ ജനത്തെ തരും. മൂന്നാമതായിട്ട് നീ ഒരു അനുഗ്രഹമായിരിക്കും. ദേവദാസൻ മാർ യോവാനിയോസ് പിതാവ് മലങ്കര സഭയിൽ മാത്രമല്ല, ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവനുള്ള അൾത്താരകളിൽ ബഹുമാനിക്കത്തക്ക വിധം, ആദരിക്കത്തക്ക വിധം നീ ഒരു അനുഗ്രഹമായിരിക്കും. അദ്ദേഹത്തിൻ്റെ വിശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട, നാമകരണവുമായി ബന്ധപ്പെട്ട പ്രക്രിയയിൽ നാം ആയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ വഴി അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ആ നിമിഷങ്ങൾ നാം കാത്തിരിക്കുകയാണല്ലോ. 1953 ജൂലൈ 15 ദേവദാസൻ മാർ യോവാനിയോസ് പിതാവ് നിത്യതയിലേക്ക് യാത്രയായി. 5-ാം മാർ യോവാനിയോസ് നിത്യതയിലേക്ക് 1953 ജൂലൈ 15 അദ്ദേഹം മരിച്ച് പട്ടത്ത് സെൻറ് മേരീസ് കത്തീഡ്രലിൽ അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കബറിങ്കിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരുന്നുണ്ട്. അനേകർ പ്രാർത്ഥനയുമായി കടന്നു വരുന്നുണ്ട്. മുണ്ടമ്മലയിൽ നിന്നും പദയാത്രയായിട്ട് എല്ലാ വർഷവും പദയാത്ര സഭയായി നടത്തുന്നു. എല്ലാ ദിവസവും അവിടെ അനേകർ വന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ധാരാളം വന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി അവർക്കെല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. അനേക കുഞ്ഞുങ്ങൾക്ക് യോവാനിയോസ് പിതാവിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഐവാനെന്നും ഇവാനെന്നും ഇവാനിയ എന്നുമൊക്കെയുള്ള
നിരവധി പേരുകൾ കവറിങ്കൽ വന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ ലഭിച്ച സന്തോഷത്തിൽ മക്കൾക്ക് ഇട്ട ദമ്പതികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ നിരവധി ദൈവിക ഇടപെടലുകൾ ഈ കവറിങ്കലിലൂടെ അനേകർക്ക് ലഭിക്കുന്നുണ്ട്. ദേവദാസൻ മാർ യുവാനിയോസ് പിതാവിൻ്റെ വിശുദ്ധിയിലേക്കുള്ള നാമകരണ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാകുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദേവദാസൻ മാർ യുവാനിയോസ് പിതാവിനെ, അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ നാം ശ്രദ്ധിക്കുമ്പോൾ, വിശുദ്ധ അൽഫോൻസാമ ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധയാണ്. ഒരു കോൺവെൻറ്റിൻ്റെ 4 ഭിത്തിക്കുള്ളിൽ അതിവിശുദ്ധ ജീവിതം നയിച്ച ആദ്യത്തെ വിശുദ്ധ എന്ന പേരിനർഹയായ വിശുദ്ധ അൽഫോൻസാമ. തീർച്ചയായും അൽഫോൻസാമയുടെ വിശുദ്ധിയുടെ ആഴം വളരെ വലുതാണ്. എന്നാൽ അൽഫോൻസാമയുടെ വിശുദ്ധി 4 ഭിത്തിക്കുള്ളിൽ ഒരു കോൺവെൻറ്റിനുള്ളിലായിരുന്നു നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ദേവദാസൻ മാർ യുവാനിയോസ് പിതാവിൻ്റെ വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ ഇടപെടലും ഒരു 4 ഭിത്തിക്കുള്ളിലല്ല, അത് ലോകം മുഴുവൻ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു. അവിടെ രാഷ്ട്രീയമുണ്ട്, സമ്പത്തുണ്ട്, അവിടെ പ്രതിസന്ധികളുണ്ട്, വലിയൊരു ജനത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അദ്ദേഹത്തിനെതിരെ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ, അദ്ദേഹത്തിന് അനുകൂലമായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ, അവിടെ റൈവൽറി ഉണ്ട്. അതിൻ്റെ എല്ലാം ഇടയിൽ ഒരു വിശുദ്ധ ജീവിതം, അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. യുവാനിയോസ് പിതാവിൻ്റെ വിശുദ്ധിയുടെ കാതൽ എന്ന് പറയുന്നത് ഐക്യത്തിനു വേണ്ടിയുള്ള ദൈവിക ആഹ്വാനം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അതൊരു ദൈവവിളിയായി കരുതി അതിനുവേണ്ടി എല്ലാം വിട്ടുപേക്ഷിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം. കർത്താവിൻ്റെ ശരീരം മുറിക്കപ്പെട്ടിരിക്കുന്നു, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നില്ല, അവർ ഒന്നാകേണ്ടതിന് എന്ന ബൈബിൾ വാക്യം അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം സ്വന്തമാക്കി അതിന് നേരിടുന്ന എല്ലാ തടസ്സങ്ങളെയും നൊമ്പരങ്ങളെയും സന്യാസത്തിൽ സ്ഫുടം ചെയ്ത് ആത്മീയതയിൽ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഐക്യത്തിൻ്റെ പ്രവാചകനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാനുള്ള തീഷ്ണത. ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കണം, അതിന് ഐക്യമില്ലാതെ ഒരിക്കലും സാധ്യമല്ല. താൻ ആയിരിക്കുന്ന സഭയിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഒരു സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷ അസാധ്യമെന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം വെണ്ണിക്കുളത്തായിരിക്കുമ്പോൾ വട്ടശ്ശേരി മാർ ദിവന്യാസുസ് പിതാവിന് എഴുതുന്നൊരു കത്തുണ്ട്. അഭിന്ന പിതാവേ, അവിടുന്ന് പുനരൈക്യമെന്ന ഈ ആശയത്തെ സ്വീകരിക്കണം, ഇല്ലായെങ്കിൽ ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്നതിൻ്റെ 10 മടങ്ങ് തകർച്ചയും നാണക്കേടും നഷ്ടവും നമ്മുടെ സഭയ്ക്കുണ്ടാകും. അതുകൊണ്ട് പുനരൈക്യത്തിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ദൈവിക അനുഗ്രഹങ്ങൾ വലുതാണ്. അതുകൊണ്ട് അങ്ങ് ഈ പുനരൈക്യത്തിന് സമ്മതിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം വട്ടശ്ശേരി തിരുമേനിക്ക് എഴുതുന്നുണ്ട്. ആ എഴുത്ത് എഴുതിയിട്ട് 93 വർഷമായി. അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ആ പ്രതിസന്ധി ഇന്നും തുടരുകയാണ്. 1912 സംഭവിച്ച ആ മെത്രാൻ കക്ഷി ബാവ കക്ഷി വഴക്കിൻ്റെ നൊമ്പരം ഇന്നും പരിഹരിക്കപ്പെടാതെ സമൂഹത്തിലും സഭയിലും വലിയ പ്രതിസന്ധിയിലൂടെ ഇന്നും കടന്നു പോവുകയാണ്. ഇവിടെയാണ് ദൈവദാസൻ മാർ യുവാനിയോസ് പിതാവിൻ്റെ വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്നത്. പുനരൈക്യമെന്നത് ഒരു മാനുഷികമായ ചിന്താഗതിയായിരുന്നില്ല, ദൈവികാഹ്വാനമായിരുന്നു. അത് ഐക്യത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാനായിരുന്നു. അങ്ങനെ അദ്ദേഹം പുനരൈക്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാർത്താണ്ഡൻ രൂപത മുഴുവൻ, പാറശാല രൂപത മുഴുവൻ 1.25 ലക്ഷത്തിലധികം ജനങ്ങൾ സുവിശേഷ ശുശ്രൂഷയിലൂടെ കത്തോലിക്കാ സഭയിലേക്ക് കടന്നു വന്ന സമൂഹമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് കേരളത്തിനപ്പുറത്ത് ഇന്ത്യ മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കാൻ അധികാരമുണ്ടായിരുന്നെങ്കിൽ, ആളും പേരുമുണ്ടായിരുന്നെങ്കിൽ, ലോകം കൊണ്ട് ഏറ്റവും വലിയ മിഷണറി ആയിരുന്നേനെ അദ്ദേഹം. അത്രമാത്രം സന്യാസത്തിൽ സ്ഫുടം ചെയ്ത മിഷൻ പ്രവർത്തനത്തിനു വേണ്ടി, പ്രേക്ഷിത പ്രവർത്തനത്തിനു വേണ്ടി ആഗ്രഹിച്ച വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് യുവാനിയോസ് പിതാവിൻ്റെ വിശുദ്ധി ഐക്യത്തിനു വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും ജീവൻ സമർപ്പിച്ച, അതിനുവേണ്ടി എല്ലാ ത്യാഗങ്ങളും ഏറ്റെടുത്ത, എല്ലാത്തിനും വിട്ടുപേക്ഷിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വത്തിൻ്റേതായിരുന്നു. മാർ യുവാനിയോസ് പിതാവിൻ്റെ സന്യാസത്തിൽ സ്ഫുടം ചെയ്ത ആധ്യാത്മികതയെയോ വിശുദ്ധിയെയോ പുനരൈക്യമെന്ന ദൈവികമായ ആഹ്വാനത്തെയോ ഉൾക്കൊള്ളാൻ അന്നത്തെ മലങ്കര സഭയ്ക്കും സാധിച്ചില്ല, ഇന്നും പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മാർ യുവാനിയോസ് പിതാവ് അതിശക്തമായ ഒരു ദൈവിക ആഹ്വാനത്തിന് മറുപടി നൽകിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് മുണ്ടമ്മല ഇറങ്ങാനായിട്ട് സാധിച്ചത്. അത് ഒരു ദൈവിക ആഹ്വാനമായിരുന്നു. അത് സമ്പത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും വ്യക്തിപരമായ ഒരു താല്പര്യങ്ങൾക്കും വേണ്ടിയായിരുന്നില്ല എന്നത് 100% സത്യമാണ്. അത് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ 93 വർഷത്തെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ ചരിത്രം. അദ്ദേഹത്തിൻ്റെ മക്കളായി
മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ നാം ഓരോരുത്തരും അറിയപ്പെടുന്നത് ഭാഗ്യമാണ്. അദ്ദേഹം പുണ്യയ്ക്ക് പ്രവാചകനായി നമ്മുടെ മുമ്പിൽ ഒരു ദീപമായി തെളിഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തോട് ദൈവം അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഈ സെഷൻ ഇവിടെ പൂർത്തിയാക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.